അപ്പൊ ഞാൻ കൂടുതൽ ഏൽപ്പിക്കുന്നതിന്റെ സന്തോഷിനെ എനിക്ക് കൈമാറുകയാണ്. വെൽക്കം സന്തോഷ്. വെൽക്കം എവരി വൺ ഓഫ് യു ടു ദിസ്. ഹാൻഡിങ് ഓവർ ടു സന്തോഷ്. താങ്ക് യു സർ. ഒരു ചെറിയ പ്രശ്നം പറ്റി എന്താന്ന് വെച്ചാൽ, ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു ബ്രീഫ് സാർ ഓൾറെഡി പറഞ്ഞു. ഏകദേശം ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ചെറിയൊരു റിവ്യൂ ആണ് സാർ പറഞ്ഞു തന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ ആ സെയിം പോയിന്റുകൾ തന്നെ ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. സാർ പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. വിഷ്ണു എന്റെ ഫ്രണ്ടാണ്, എന്റെ സെയിം ബാച്ചാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ നല്ലോണം അറിയാം. സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആരും വാക്ക് കേട്ടിട്ടില്ല. 2014 ഞങ്ങൾ എംടെക് ചെയ്യാൻ വരുന്നത്. അന്ന് വരെ ഞാനൊരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ അന്ന് വരുമ്പോഴും എനിക്ക് സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഞാൻ ഏകദേശം 2-3 കൊല്ലം ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്തിട്ടാണ് എംടെക് ചെയ്യാൻ വരുന്നത്. പക്ഷേ ഞാൻ വന്ന് കയറിയത് ഇപ്പോൾ ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആളായിട്ട് കൂടിയും ഡാറ്റാ സയൻസ് ഞാൻ കേട്ടിട്ടില്ല. കാര്യം അന്ന് ഡാറ്റാ സയൻസിന് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സ്റ്റാർട്ടിങ്ങോ ഒരു പ്രാധാന്യവും ഇല്ല. അന്ന് ഞാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം പറഞ്ഞു കേട്ട സാധനമാണ്. അന്ന് സതീഷ് സാർ, അന്ന് പ്രേംചേട്ടനും ഉണ്ട്. അന്ന് സതീഷ് സാറിന്റെ ക്ലാസ്സുകളിൽ മിക്കതും ഡാറ്റാ സയൻസിന്, എനിക്ക് തോന്നുന്നു ഡാറ്റാ സയൻസ് നമ്മുടെ കോറ് ഡാറ്റാ സയൻസിലേക്ക് മാറി. ടെക്നോളജി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കോറ് ഡാറ്റാ സയൻസിലേക്ക് മാറി. അപ്പോൾ ഡാറ്റാ സയൻസിന്റെ കുറെ വാക്കുകളുണ്ട്. ഇതിൽ സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ പിടിച്ചാണ് യഥാർത്ഥത്തിൽ വിഷ്ണു ഒരു കരിയർ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്പാർക്ക് വരുന്നത് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ സ്പാർക്ക് പല ആളുകളിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഞാൻ ടെക്നോളജി മാനേജ്മെന്റ് എംടെക് പഠിക്കാൻ വന്നത് പരീക്ഷ എഴുതാനല്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന സാധനം പരീക്ഷയാണ്. ഞാൻ എന്നിട്ടും എന്തിനാണ് ക്ലാസ്സിൽ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആളുകളിൽ നിന്ന് ചില പോയിന്റ് കിട്ടാറുണ്ട്. ഉദാഹരണം, ഞാനൊരു സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മെയിൻ സംഭവം അദ്ദേഹം എങ്ങനെയാണ് ഒരു സാധനം പ്രസന്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ആ പ്രസന്റേഷനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാ. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക രീതിയാണ്. ഇപ്പൊ സാറിന്റെ രീതി എനിക്ക് തോന്നിയിട്ടുള്ളത്, സാർ ഇങ്ങനെ പുഴ പോലെയാ, ഒരിടത്ത് തുടങ്ങി ക്ലാസ് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ഭയങ്കര കണക്ഷൻ ആയിരിക്കും. സാർ ഇടയ്ക്ക് നിർത്തത്തൊന്നുമില്ല. ഞാനിങ്ങനെ നിർത്തി ശ്വാസം പിടിക്കുമെങ്കിൽ സാർ നിർത്തത്തില്ല. സാർ ഇങ്ങനെ കണക്ട് ചെയ്തു പോകും. ഓരോ ആളുകളും ഓരോ സ്റ്റൈലായിരിക്കും. ഈ ഓരോ സ്റ്റൈലിൽ നിന്നും നമുക്ക് ഓരോ പോസിറ്റീവ് കിട്ടാനുണ്ട്. ഈ പല സ്റ്റൈലുകൾ ചേർത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മളുടെ സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഹിസ്റ്ററി പറയുന്നില്ല, ഞാൻ ടോപ്പിക്കിലോട്ട് പോവാം. യഥാർത്ഥത്തിൽ എനിക്ക് ഈ സെഷൻ ഓഫ്ലൈൻ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ഡിപ്പാർട്ട്മെന്റ് വന്നപ്പോഴത്തേക്ക് സതീഷ് സാർ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഡിസ്കഷൻ വേണമെന്ന്. എനിക്ക് നിങ്ങളെ എല്ലാവരും നേരിട്ട് കണ്ടിട്ട് അവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഓക്കെ, എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈഫിൽ നമ്മളിപ്പോ ഏറ്റവും പ്രശ്നമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. 4 സൈഡും പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻസ്ഡ് ആവുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ സംഭവിക്കരുതേ എന്ന് കരുതുന്നതും പ്രോബ്ലംസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രോബ്ലംസിൽ പെട്ട് ആ പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റാതെ ഇങ്ങനെ അതിൽ കിടന്ന് കറങ്ങി സമാധാനം പോകാത്ത ഒരാൾ പോലും കാണില്ല. എല്ലാവരും ലൈഫിൽ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും രാവിലെ എണീക്കുന്നത്. ഞാനും ഈ കാണിച്ചിരിക്കുന്നത് ഒരു വലിയ പ്രോബ്ലമാണ്. ആലോചിച്ച് നോക്കെ, ഒരു വലിയ ആനയെ എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ പ്രശസ്തമായ ഒരു ഡയലോഗാണത്. ആപ്പിളിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് വോസ്നിയാക്ക് ഒരിക്കൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞ ഏറ്റവും ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു, ഇന്ത്യക്കാർക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം 7 അയലത്ത് കൂടി പോയിട്ടില്ല എന്നുള്ളത്. രാജ്യാന്തരത്തിൽ ഇത് ഭയങ്കരമായ രീതിയിലുള്ള ഷെയിംഫുൾ ആയിരുന്നു. ഈവൻ ആനന്ദ് മഹീന്ദ്രയെ പോലെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് വരെ ട്വിറ്ററിൽ ഈ കമന്റിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. അയാളൊരു അമേരിക്കനാണ്, ഫോറിനറാണ്. സോ എല്ലാ ഇന്ത്യക്കാർക്കും ഒരേപോലെ അദ്ദേഹത്തെ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു.
പക്ഷേ ഇദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. കാരണം ഇദ്ദേഹം ഇന്ത്യൻ IT-യുടെ ഫാദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളാണ്. ഇൻഫോസിസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീ നാരായണ മൂർത്തി സർ പറഞ്ഞതും കഴിഞ്ഞ 60 വർഷമായിട്ട് ഇന്ത്യ എർത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ആശയങ്ങളും വേൾഡ് സിനോറിയിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ നമുക്ക് കളിയാക്കാൻ പറ്റത്തില്ല. കാര്യം ഇദ്ദേഹം അമേരിക്കക്കാരനല്ല. ഇദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ പ്രശ്നമോ ഉള്ള ആളല്ല. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ ഒരു കമന്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ ഫാക്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഗ്ലോബലിൽ ഏറ്റവും ഇന്നോവേറ്റീവ് 2019 ഡേറ്റയാണ്. എന്നാലും ഗ്ലോബലിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റാണ്. അത് 5 രാജ്യങ്ങളുടെ ലിസ്റ്റാണ്. അതിൽ 10 രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താലും 15 രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താലും 20 രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താലും നിങ്ങൾക്ക് ഇന്ത്യയെ കാണാൻ സാധിക്കില്ല. ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച 50ഓളം കമ്പനികളുടെ ലിസ്റ്റാണ്. അതിൽ ആദ്യ 10-ലോ ആദ്യ 20-ലോ ആദ്യ 30-ലോ ആദ്യ 50-ലോ നമ്മൾക്കൊരു ഇന്ത്യൻ കമ്പനിയെ കാണുവാൻ പറ്റില്ല. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ STEM, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ്, അതാണ് STEM, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ്, ഈ STEM കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആയിട്ട് കൂടി നമ്മുടെ സ്റ്റുഡൻസ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ STEM കൈകാര്യം ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് യങ് പോപ്പുലേഷൻ നമ്മളാണെന്നും വിശ്വസിക്കും. നമ്മളാണെന്ന് ഇന്ത്യ ലോകത്തെ HR ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും വിശേഷണങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് സോൾവ് ചെയ്യുവാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ലിസ്റ്റുകളിൽ സ്ഥാനം പിടിക്കുവാൻ പറ്റുക? എന്റെ അറിവ് ശരിയാണെങ്കിൽ വേൾഡ് ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഏകദേശം 60-നും 55-നും ഇടയ്ക്കാണ് ഇപ്പോൾ. ഞാൻ വീണ്ടും ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു. ഹൗ ഡു യു ഈറ്റ് ആൻ എലിഫന്റ്? ഞാൻ അതിനാണ് ആ ആനയെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഞാനൊരു വലിയ പാത്രത്തിൽ തെച്ചിക്കോട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആനയെ എടുത്തു വെച്ചാൽ എന്നിട്ട് ആ ആനയെ തിന്നാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഐ എം പ്രസന്റിങ് എ പ്രോബ്ലം. ഞാനൊരു നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വെക്കുകയാണ്. അതൊരു ബിഗ് പ്രോബ്ലമാണ്. ഒരു വലിയ പാത്രത്തിൽ ഒരു ആനയെ എടുത്ത് വെച്ചതിന് ശേഷം ആ ആനയെ കഴിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു റെസ്പോൺസ് ഇല്ലേ? എനി റെസ്പോൺസ്? ഒരു ചോദ്യമാണ്. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇന്ററാക്ട് ചെയ്യണം. നിങ്ങൾ പറയുന്നത് പെർഫെക്റ്റ് ആവണമെന്നില്ല. നമുക്ക് ആകെ ഒരു ചോദ്യത്തിന് ഉത്തരം കാണണമെന്നില്ല. അതെ, ഇതൊരു കുസൃതി ചോദ്യമാണ് യഥാർത്ഥത്തില്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രോബ്ലം പ്രസന്റ് ചെയ്തതാണ്. ഒരു വലിയ പ്രോബ്ലമാണ്. എനിക്കോ നിങ്ങൾക്കോ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രോബ്ലമാണ് ഒരു ആനയെ തിന്നുക എന്നുള്ളത്. ആ പ്രോബ്ലത്തെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? ശ്രീക്കൊന്നും പറയാനില്ലേ? പറയണം ശ്രീ. ഞാൻ പേര് വിളിക്കണം, എങ്കിലേ ഇവിടെ സംസാരിക്കും. എല്ലാം പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓക്കെ, എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഈ ആൻസർ എന്ന് പറഞ്ഞാൽ there is no perfect answer. അതെ, you must understand. ഇത് പെർഫെക്റ്റ് ആൻസർ ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്നതാണ്. ഞാൻ PSC ചോദ്യമായിട്ടല്ല വന്നത്. അത് നിങ്ങൾക്ക് എന്ത് ആൻസറും പറയാം. ഓക്കെ, ഞാൻ പ്രസന്റേഷനിലോട്ട് പോവുകയാണ്. ഇതൊരു ബിഗ് ആൻസർ, ഒരു ബിഗ് പ്രോബ്ലം ആണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ ആനയെ എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് കഴിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബിഗ് പ്രോബ്ലം ആണ്. സാധാരണ രീതിയിൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ, എസ്പെഷ്യലി മലയാളികൾ, ഇത്തരം ഒരു വലിയ ബിഗ് പ്രോബ്ലം ജീവിതത്തിൽ വരുമ്പോൾ ഒരു കയറെടുത്ത് ആത്മഹത്യ ചെയ്യലാണ് പതിവ്. അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഏതെങ്കിലും വലിയ ബിഗ് പ്രോബ്ലം വരുമ്പോൾ ആ ബിഗ് പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടുകയും ഉടനെ ആത്മഹത്യ ചെയ്യലുമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുവായ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് പ്രോബ്ലം സോൾവിങ് നമ്മളുടെ സ്കില്ലല്ല, നമ്മൾ ആരും പ്രോബ്ലം സോൾവേഴ്സ് അല്ല എന്ന് ഞാൻ ഈ പ്രസന്റേഷന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നോക്കൂ, ഒരു വലിയ പ്രോബ്ലം നിലവിലുണ്ട് എങ്കിൽ ആ വലിയ പ്രോബ്ലം നമുക്ക് പരിഹരിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ ആ വലിയ പ്രോബ്ലം തൊട്ടു മുന്നിലിരിക്കെ തന്നെ ഒരു ചെറിയ പ്രോബ്ലത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണുവാനും അത് പരിഹരിക്കുവാനും പറ്റും. അതായത് നിങ്ങൾക്കൊരു റോക്കറ്റ് ഉണ്ടാക്കുവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു എലിവാണമെങ്കിലും ഉണ്ടാക്കുവാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിളായ ഉത്തരം. ഞാൻ വീണ്ടും തിരിച്ച് പഴയ ആനയുടെ പ്രോബ്ലത്തിലേക്ക് പോയാൽ എന്താണ് അതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ 1 ബൈറ്റ് അറ്റ് എ ടൈം എന്നാണ്. കുറേശ്ശെ കടിച്ച് കടിച്ച് തിന്നുക, ആനയെ വിഴുങ്ങാതിരിക്കുക. അത് തന്നെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഒരു വലിയ ആനയെ എടുത്ത് പ്ലേറ്റിൽ വെച്ച് തിന്നാൻ പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കുറേശ്ശെ കടിച്ച് കടിച്ച് തിന്നുക. ആലോചിച്ച് നോക്കേ, ഇതാണ് ഏറ്റവും മികച്ച പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. ആരെയാണ് ഈ ലോകത്ത് ഇന്ന് ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് ഉത്തരം വരും. അതിൽ എഞ്ചിനീയർ വരും, അക്കാഡമിഷ്യൻസ് വരും, ലെക്ചേഴ്സ് വരും, ഡോക്ടേഴ്സ് വരും, ഒരു പിടി ആളുകൾ വരുമ്പോൾ കോമൺ ആയിട്ട് ആരെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം വി നീഡ് മോർ പ്രോബ്ലം സോൾവേഴ്സ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കിടന്ന് കറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾക്കിന്ന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഇന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രി ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിന് ആവശ്യമായ, ഇൻഡസ്ട്രി ഏറ്റവും പുതിയ വികസനം എന്ന രീതിയിൽ, ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ ഈ പ്രധാന ടോപ്പിക്ക് കൂടിയായ IR4 അഥവാ ഇൻഡസ്ട്രി 4 എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ, ആ ഒരു മെക്കാനിസത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ഇൻഡസ്ട്രി റവല്യൂഷൻ തുടങ്ങിയത് തന്നെ സ്റ്റീം എഞ്ചിനീയർസിന്റെ കാലഘട്ടം തുടങ്ങിയ മുതലാണ്. ഫോർഡാണ് രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ പ്ലാന്റുകൾ മൊത്തവും ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട്. മൂന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയത് PLC എന്ന് പറയുന്ന പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോളറുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ഇന്ന് നിലവിലുള്ള ഇൻഡസ്ട്രി 4 എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെയും ഡാറ്റാ സയൻസിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും IoTയുടെയും ബ്ലോക്ക് ചെയിനുകളുടെയും ഒക്കെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻഡസ്ട്രി 4 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രികളെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടേം ആണ്. എങ്ങനെയാണ് ഇൻഡസ്ട്രി 4നെ ഏറ്റവും ചെറുതായിട്ടുള്ള രീതിയിൽ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുക? ഇൻഡസ്ട്രി 4 എന്ന് പറയുന്നത് ഒരു മെഷീൻ കണക്ഷൻ ആണ്. അതായത് നമ്മൾക്ക് നിലവിലുള്ള എല്ലാ ജോലികളെയും ഓട്ടോമേറ്റ് ചെയ്യുക എന്ന സങ്കല്പത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഇൻഡസ്ട്രി 4 നിലനിൽക്കുന്നത്. അങ്ങനെ ഇൻഡസ്ട്രി 4 നിലനിൽക്കണമെങ്കിൽ വി നീഡ് മോഡേണൈസേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ടെക്നോളജി. ഒരു ആനയെ എടുത്തു പ്ലേറ്റിൽ വച്ചിട്ട് തിന്നാൻ പറയുമ്പോൾ ഓടിപ്പോയി ആത്മഹത്യക്ക് ശ്രമിക്കാതെ ആ പ്രോബ്ലത്തിനെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലും വ്യത്യസ്തമായ ടെക്നോളജിയുടെ സഹായത്തോടും കൂടി സോൾവ് ചെയ്യുവാൻ ശ്രമിക്കുന്നവൻ ആരാണോ അവനാണ് ഇൻഡസ്ട്രി 4ന് ഏറ്റവും ആപ്റ്റ് ആയവൻ. ഇൻഡസ്ട്രി 4 എന്ന് പറയുന്ന ആ ഒരു സിനേറിയോ നമ്മൾക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഫ്രം യുവർ ക്ലാസ് റൂംസ് ആൻഡ് ഇറ്റ്സ് ഫ്രം യുവർ യൂണിവേഴ്സിറ്റി. ദാറ്റ്സ് കോൾഡ് യൂണിവേഴ്സിറ്റി 2. ഇൻഡസ്ട്രി 4ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻഡസ്ട്രി 4 എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലും പുതിയ രീതിയിലുള്ള ടെക്നോളജിയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ
യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്ന രണ്ട് കാര്യം ഹാർഡ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇൻഡസ്ട്രി 4 അഥവാ യൂണിവേഴ്സിറ്റി 2 ഡിമാൻഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി 4 എൻഷുർ ചെയ്യുന്ന കാര്യം, ജീവിതത്തിൽ ഒരു ഓൺലൈൻ ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ഡിഗ്രിയോ ഏതെങ്കിലും സർട്ടിഫിക്കേഷനോ നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ജോലി ഒരു കാരണവശാൽ ഉറപ്പു തരില്ല എന്നുള്ളതാണ്. പിന്നെയോ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ ബേസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രി 4 നിലനിൽക്കുന്നത്. എപ്പോഴും എന്തു വേണമെങ്കിലും അപ്ഡേറ്റിനും അപ്ഗ്രേഡിനും വിധേയമാകുന്ന രീതിയിലുള്ള ടെക്നോളജി നിലവിൽ ഉള്ളത് കൊണ്ടാണ് ഇൻഡസ്ട്രി 4-ന് അപ്സ്കില്ലിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ആവശ്യമായ സ്കിൽ എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ലേൺ ആൻഡ് ഡു എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, ആ കാര്യങ്ങൾ വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ യൂണിവേഴ്സിറ്റി 2-ഉം ഇൻഡസ്ട്രി 4-ഉം ഡിമാൻഡ് ചെയ്യുന്നത് ലേൺ ആൻഡ് ഡു എന്ന സങ്കല്പം അല്ല, ലേൺ ബൈ ഡൂയിങ് എന്ന കൺസെപ്റ്റാണ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി 2 അഥവാ ഇൻഡസ്ട്രി 4 എന്ന് പറയുന്ന സങ്കല്പം നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു ആശയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ ആ കമ്പനി നിങ്ങളിൽ വ്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്, നിങ്ങൾക്കൊരു പുതിയ സാധനം കയ്യിൽ കിട്ടിയാൽ അത് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുവാനുള്ള സ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, ഇന്നലകളുടെ ടെക്നോളജി വെച്ച് നാളെയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പറ്റുകയില്ല എന്ന്. വി കാൺട്ട് സോൾവ് ടുമോറോസ് പ്രോബ്ലം വിത്ത് യെസ്റ്റർഡേസ് ടെക്നോളജി. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ എന്തു പഠിക്കുന്നുവോ ആ പഠിക്കുന്ന സാധനം 6 മാസത്തിന് ശേഷം ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ഉപകാരപ്പെടണം എന്നില്ല. ഇൻഡസ്ട്രി വലിയ രീതിയിൽ അപ്ഡേറ്റിനും വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിൽ, ഓരോ ദിവസവും കഴിയുമ്പോൾ ഓരോ ടെക്നോളജികളും ചേഞ്ച് ചെയ്യുന്ന കാലഘട്ടത്തിൽ, നിങ്ങൾ ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുന്ന പ്ലാറ്റ്ഫോമുകളും ടൂളുകളും ചിലപ്പോൾ നാളെ ഒരു കാലത്ത് എവിടെയും ഉപകാരപ്പെടണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് ടൂളുകളും പ്ലാറ്റ്ഫോമുകളും മാത്രമല്ല, നമ്മൾ പഠിക്കേണ്ടത് ചില ചിന്താഗതികൾ കൂടിയാണ്, ചില തോട്ട്സ് കൂടിയാണ്. സാർ ഈ പ്രസന്റേഷന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കാണും, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിനെ പറയുന്ന പേരാണ് CT അഥവാ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗമായി ലോകം അംഗീകരിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് പ്രാക്ടീസ് ചെയ്യുക? കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക. ഇറ്റ്സ് നോട്ട് ഓൺലി സൊല്യൂഷൻ. ഏറ്റവും മികച്ച മാർഗം എന്നാണ് പറഞ്ഞത്. ഏറ്റവും മികച്ച മാർഗം ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു പ്രോഗ്രാമിങ്ങിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച രീതിയായിട്ടാണ് ലോകം അറിയപ്പെടുന്നത്, ലോകം കണക്കാക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് ഇന്നത് എന്നില്ല. പൈത്തൺ എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞത്? ഒരു ബിഗിനർ ഫ്രണ്ടിലായതുകൊണ്ടാണ്. സാറ് പറഞ്ഞതുപോലെ പൈത്തൺ വേണമെന്നൊരു നിർബന്ധമില്ല. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുക, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നിങ്ങൾ പക്ക ഫ്ലുവന്റ് ആക്കുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ജോലി മേടിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദ ന്യൂ വേ ഓഫ് തിങ്കിങ് ആണ്. നിങ്ങളെ ഒരു പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പൊതുവെ പരിഗണിക്കുന്ന സംഭവം ലേൺ ആൻഡ് ഡു ആയതുകൊണ്ടും
നമ്മൾക്ക് ആവശ്യമുള്ളത് ലേൺ ബൈ ഡൂയിങ് ആയതുകൊണ്ടും എങ്ങനെ ഈ സംഭവം നമുക്ക് അറ്റൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഒരു താല്പര്യമുള്ള വിഷയം. എൻ്റെ ഫീൽഡ് എന്റർപ്രണർഷിപ്പ് ആയതുകൊണ്ടും എന്റർപ്രണർഷിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് എന്റർപ്രണർ? എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രീതിയിലുള്ള ഡെഫിനിഷൻ, ഒരാളുടെ വിഷനിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ എന്റർപ്രണർ എന്ന് പറയുന്നത്. ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള എന്റർപ്രണർ എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ഹൃദയം കൊണ്ട് വിചാരിക്കുകയും അതേ ഐഡിയ കൊണ്ട് തന്നെ പണം ഉണ്ടാക്കണമെന്ന് ബുദ്ധി കൊണ്ട് വിചാരിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത്. അതായത് ഒരു എന്റർപ്രണറിന്റെ ലക്ഷ്യം സൊസൈറ്റിക്ക് എപ്പോഴും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുകയും അതുപോലെ തന്നെ അതുപയോഗിച്ച് പണം ഉണ്ടാക്കുവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്റർപ്രണറുകളെ പറ്റി പൊതുവായ രീതിയിലുള്ള ഡെഫിനിഷൻ. അപ്പൊ യൂണിവേഴ്സിറ്റി 2 എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ എങ്ങനെയാണ് എന്റർപ്രണേഴ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുവാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു എന്റർപ്രണർ ആകുവാൻ പറ്റുക? യൂണിവേഴ്സിറ്റികൾ ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് അവരുടെ ഗ്രാജുവേറ്റ്സിനെ റൈറ്റ് സ്കില്ല് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ ഹെൽപ്പുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദാറ്റ്സ് കോൾഡ് യൂണിവേഴ്സിറ്റി 2. ഞാൻ ആദ്യമേ പറഞ്ഞു, യൂണിവേഴ്സിറ്റി 2 എന്ന് പറയുന്ന സങ്കല്പത്തിൽ ലേൺ ആൻഡ് ഡു എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മാറി ലേൺ ബൈ ഡൂയിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു മേക്ക് സംതിങ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുവാൻ പറ്റുക? ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ്, ഞാൻ യൂണിവേഴ്സിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ക്ലാസ് റൂമുകളെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യുവാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലം. ഞങ്ങളെപ്പോൾ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ ട്രയൽ ആൻഡ് എറർ വളരെ ബുദ്ധിമുട്ടാണ്. അത് വളരെ കാശ് ചിലവുള്ള ഒരു കാര്യം. എനിക്കൊരു ആശയം നടപ്പിലാക്കണമെങ്കിൽ 100 കാര്യങ്ങൾ ചിന്തിക്കണം. എനിക്കതിന് കിട്ടുന്ന സപ്പോർട്ട്, എനിക്കതിന് കിട്ടുന്ന പണം, എനിക്കതിന് കിട്ടുന്ന സ്റ്റാഫുകൾ, എനിക്കതിന് പോകുന്ന സമയം, ഇത്രയും കാര്യങ്ങൾ വളരെ ടെൻസ്ഡ് ആയിട്ട് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. സോ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഈ ഒരു 2 കൊല്ലം അഥവാ 3 കൊല്ലം സമയത്ത് നിങ്ങൾക്ക് എന്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡും ചെയ്യുവാൻ പറ്റും. എന്ത് ട്രൈ ചെയ്യും? ആദ്യം നിങ്ങൾ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്യും. അതിന് നമ്മൾ പറയുന്നത് സ്ക്രാച്ച് യുവർ ഓൺ ഇച്ച് എന്നാണ്. നിങ്ങളുടെ സ്വന്തം ദേഹത്ത് തന്നെ ഇങ്ങനെ ചൊറിയണം. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനെ തന്നെ നിങ്ങൾ സൊല്യൂഷന് വേണ്ടി എടുത്തു വെക്കുക. അങ്ങനെയാണ് ഒരു എന്റർപ്രണർ ഐഡിയ ഉണ്ടാക്കേണ്ടത് എന്നാണ് ഏറ്റവും മികച്ച മാർഗം. നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസ് കാണും. നിങ്ങളുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കാണും, നിങ്ങളുടെ ട്രാവലുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കാണും, നിങ്ങളുടെ ഫുഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കാണും, ഫാമിലിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കാണും, ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കാണും, നിങ്ങളുടെ നെയ്ബർഹുഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കാണും. ഈ പ്രോബ്ലംസിനെ എല്ലാം എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആ ഓരോ ലിസ്റ്റിനും നിങ്ങൾ ഓരോ സൊല്യൂഷൻ പേപ്പറിൽ റൈറ്റ് ഡൗൺ ചെയ്യുക. ദാറ്റ്സ് എ ബെസ്റ്റ് മെത്തേഡ്. എല്ലാ ലോകത്തിലെ പ്രമുഖമായ എന്റർപ്രണേഴ്സും കീപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അവർ ഒരു നോട്ട് ബുക്ക് കീപ്പ് ചെയ്തിട്ട് ആ നോട്ട് ബുക്കിനകത്ത് ഓരോ ഐഡിയയും എഴുതി വെച്ചിട്ട് ആ ഓരോ ഐഡിയക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ ഉണ്ടാക്കി ആ എഴുതി വെക്കുക. എന്തുകൊണ്ടാണ് ഈ റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ സ്ട്രക്ചേർഡ് ആയിരിക്കും. അങ്ങനെ ഓരോന്ന് എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങളും അതിനകത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള പുതിയ പുതിയ പ്രശ്നങ്ങളും നിങ്ങൾക്ക് കാണുവാൻ പറ്റും. നിങ്ങൾക്ക് 5 ഐഡിയ കാണും, അല്ലെങ്കിൽ 10 ഐഡിയ കാണും. ഈ 10 ഐഡിയകളും നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഈ ഐഡിയകൾ എല്ലാം എടുത്ത് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് സർക്കിൾ ഡിസ്കസ് ചെയ്യുക.
അവർക്കും ഈ സെയിം രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ പ്രോബ്ലം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ അവർക്കും എഫക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്കഷനിൽ കൂടി നിങ്ങൾക്ക് ഈ 5-10 ഐഡിയകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യുവാൻ പറ്റുന്ന 1-2 ഐഡിയകളിലേക്കോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഐഡിയയിലേക്കോ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പറ്റും. അടുത്തത് ഇതിനു വേണ്ടി ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ടീമിനെ കിട്ടും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഒരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ സെയിം സ്വഭാവമുള്ള ആളുകളെ അല്ല സെലക്ട് ചെയ്യേണ്ടത്, ഡിഫറെന്റ് സ്കിൽസ് ഉള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരാൾ നല്ല രീതിയിൽ കോഡ് ചെയ്യുവാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ ലോജിക് ഉണ്ടാക്കാൻ കഴിവുള്ള ആളായിരിക്കണം, ഒരാൾ നല്ല രീതിയിൽ മാനേജ്മെന്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം, ഒരാൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെ വ്യത്യസ്തമായ ബ്ലെൻഡിങ്ങുകളെ ചേർത്ത് വെക്കലാണ് ഒരു ടീം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലാതെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് മാത്രം ഒരു ടീമിന്റെ മെമ്പർ ആകണം എന്ന് നിങ്ങൾ ഒരു കാരണവശാൽ നിർബന്ധം പിടിക്കരുത്. ഇനി ഒരു ടീമിനെ ബിൽഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് എന്തൊക്കെ തരത്തിലുള്ള സ്കിൽസ് ആണ് വേണ്ടതെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആ സ്കില്ലുകൾ എണ്ണം പറഞ്ഞ് പഠിക്കുന്നതിന് ശ്രമിക്കുക. ഇതിനെല്ലാം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് മാത്രമേ പറ്റൂ. നിങ്ങളൊരു കമ്പനിയിൽ കയറിയതിന് ശേഷമോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമോ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ടു ട്രയൽ ആൻഡ് എറർ. സോ നിങ്ങൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത സ്കില്ലുകൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സ് പരമായ കഴിവുകൾ വേണമായിരിക്കും, ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട കഴിവുകൾ വേണമായിരിക്കും, മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെട്ട കഴിവുകൾ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ഇറക്കിയപ്പോൾ ആ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അതിന്റെ കേസ് ആയിരുന്നു. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ല, അതുകൊണ്ട് ഈ എക്സ്ട്രൂഡ്, ഓഫ്സെറ്റ് എന്നുപോലെ 3D പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് CAD ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ഇയർ ഗ്രാഫിക്സ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഗ്രാഫിക്സിന്റെ പ്രാധാന്യം, ആ CAD-ന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത് ഈ ഒരു കേസ് ഞാൻ ഡിസൈൻ ചെയ്തപ്പോഴോ. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ കുറെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ബേസിക് ഡിസൈൻ ചെയ്യുന്ന എനിക്ക്, ഈ ആശയം ഉണ്ടാക്കുന്ന എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്നുണ്ട് എങ്കിൽ എനിക്ക് ആ ഐഡിയ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സോ CAD-ന്റെ ബേസിക് സംഭവങ്ങൾ ഞാൻ പഠിക്കേണ്ടി വന്നു. അതാണ് എന്റെ അപ്സ്കിൽ. മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ച അപ്സ്കിൽ. അല്ല ഞാനിപ്പോൾ ഒരു സംഭവം പഠിച്ചു, എനിക്ക് കുറെ ഇലക്ട്രോണിക്സ് അറിയാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ ടെക്നോളജി മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഇലക്ട്രോണിക്സ് അല്ല. ഇലക്ട്രോണിക്സ് ടെക്നോളജി മാനേജ്മെന്റിൽ ഇല്ലായിരുന്നു. പക്ഷെ ടെക്നോളജി മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്റെ കമ്പനി കൈകാര്യം ചെയ്യുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് പിന്നെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും അതിൽ കൈകാര്യം ചെയ്യുന്ന കൂടുതൽ സംഭവങ്ങൾ ഞാൻ എന്റെ എംടെക്കിന് പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്, ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ തന്നെയാണ്. അപ്പൊ അവിടെയാണ് അപ്സ്കില്ലിങ്ങിന്റെ പ്രാധാന്യം. ഞാൻ എന്റെ സ്കില്ല് മോശമല്ലാത്ത രീതിയിൽ എംബഡഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ ആ എംബഡഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത അറിവ് മാത്രം പോരാ ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു അഗ്രിടെക് കമ്പനി, നല്ല പച്ച എന്ന് പറഞ്ഞാൽ അഗ്രിടെക് കമ്പനിയിൽ കൂടി ഞാൻ പാർട്ടാണ്. ആ അഗ്രിടെക് കമ്പനി കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെഷീൻ ലേണിംഗും IoTയും കമ്പ്യൂട്ടർ വിഷനും ഒക്കെയാണ്. ഇതൊന്നും ഞാൻ മുമ്പ് അറിഞ്ഞ സംഭവങ്ങളല്ല, ഇതെല്ലാം പുതിയ സംഭവങ്ങളാണ്. അപ്പൊ അവിടെയാണ് അപ്സ്കില്ലിംഗ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നല്ല ടീമിനെ സെറ്റ് ചെയ്യുക. ആ ടീമിന് ഓരോ സ്കില്ലായിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സ്കില്ലുകളെല്ലാം അറ്റൈൻ ചെയ്യുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യാൻ ലേൺ ബൈ ഡൂയിങ് ചെയ്യുക. നിങ്ങൾ കുറെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന എനിക്കറിയാം, ഞാൻ കാണാറുണ്ട്. പ്രേംചേട്ടന്റെ സതീഷ് സാറിന്റെ ഒക്കെ പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എന്റെ ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾ ഒരു പ്രൊജക്റ്റ് എടുക്കുകയോ ഒരു ആശയം എടുക്കുകയോ ആ ആശയത്തെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി പഠിക്കുക. ആ ടീമിന് നിങ്ങൾ വിവിധ സ്കില്ലുകൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ദ ലാസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് എക്സിക്യൂഷൻ. എല്ലാവരും പരാജയപ്പെടും. 95% സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുന്ന സ്ഥലമാണ് എക്സിക്യൂഷൻ. ഞാൻ ഒറ്റ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളല്ല, ഞാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളാണ്, എല്ലാവർക്കും അറിയാം. അത് ഈ പല സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെട്ടു പോയതിന് കാരണം എക്സിക്യൂഷൻ ആണ്. ഐഡിയ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഫൺ ആൻഡ് ഫ്രീ ആണ്.
നമുക്ക് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ വെറുതെ കട്ടിലിൽ മേളിലോട്ട് നോക്കി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ 1000 ആശയങ്ങൾ തലയിൽ വന്ന് വീഴും. ഈ 1000 ആശയങ്ങളും ലോകത്തിലെ നമ്പർ 1 ആണെന്ന് തോന്നുകയും ചെയ്യും. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ $1 million ഐഡിയ ആണ്. ഈ $1 million ഐഡിയ ആരെങ്കിലും മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കുമുള്ള നമ്മളെ കൊച്ച് ഏത് രീതിയിലുള്ള കൊച്ചാണെന്ന് മനസ്സിലാവുന്നത്. സോ എക്സിക്യൂഷൻ ഈസ് ദ ബെസ്റ്റ്. നമ്മളൊക്കെ ഈ ഓരോ രീതിയിലുള്ള മെന്റേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഏറ്റവും മെയിൻ കാര്യം, നിങ്ങൾ ഒരു $1 trillion ഐഡിയ എടുത്ത് നിങ്ങൾ എക്സിക്യൂഷൻ ചെയ്യാൻ ശ്രമിക്കുക. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എടുക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എടുത്ത് എക്സിക്യൂഷൻ ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും എളുപ്പം. മനസ്സിലായോ? ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ആശയം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. സോ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കും കാര്യം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചർ കുറച്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ ബെസ്റ്റായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളെ പല പല സെക്ഷനുകളാക്കുക. ഒരു 2 or 3 ഉള്ള ടീമുകളാക്കിയിട്ട് ഓരോന്നിനും നിങ്ങൾ ഓരോ സ്റ്റാർട്ടപ്പായിട്ട് കണക്കാക്കുക. ഇതിന് CEO വേണം, CTO വേണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊരു CEO വേണം. ഇങ്ങനെ ഒരു കറക്റ്റ് സ്റ്റാർട്ടപ്പ് സ്ട്രക്ചർ ആക്കി ഓരോ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് ഓരോ ഗ്രൂപ്പുകളും ഇതുപോലെ ഓരോ ആശയങ്ങൾ കണ്ടുപിടിച്ച് ആ ആശയങ്ങളെ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ, അത് പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞുതരാം. IIITMK ഉണ്ടല്ലോ, IIITMKയിൽ അവിടെ സിസ്കോയുടെ തിങ്ക്യുബേറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു മെന്റർ കൂടിയാണ്. അപ്പൊ അവിടെ ഒരു കുട്ടി IIITMKയിൽ MSc ഡാറ്റാ സയൻസോ ജിയോളജി എന്തോ പഠിച്ച കുട്ടി, അവന് പ്രൊജക്ട് ഉണ്ടായിരുന്നു. അപ്പം അവന്റെ പ്രൊജക്ട് അവന് ചെയ്യാൻ പറ്റില്ല, കാര്യം അവൻ ആ പ്രൊജക്റ്റിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അവൻ ബേസിക്കലി ഇലക്ട്രോണിക്സ് സാധനമായിരുന്നു. അവന് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. പക്ഷെ അവന് കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ബാംഗ്ലൂർ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, ബാംഗ്ലൂരിലാണ് ജോലി കിട്ടിയത്. അവന്റെ CTC 36 ലക്ഷം രൂപയാണ്. ഒരു വർഷം അവർ ഓഫർ ചെയ്തത് 36 ലക്ഷം രൂപയാണ്. അപ്പൊ 36 ലക്ഷം രൂപ ഓഫർ ചെയ്ത് അവരുടെ സംസാരിച്ചപ്പോഴത്തേക്ക് അവന്റെ അടുത്ത് അവർ ആകെ ചോദിച്ച പ്രൊജക്ട് മാനേജർ ചോദിച്ച ചോദ്യം, അവന് ഔട്ട്പുട്ട് കിട്ടിയില്ല, ആ ആശയത്തിന്റെ ഔട്ട്പുട്ട് അവന് കിട്ടിയില്ല, അവൻ അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അവർ ചോദിച്ചൊരു ചോദ്യം, ഹൗ യു എക്സിക്യൂട്ട് ഇറ്റ്? നിങ്ങൾ എങ്ങനെയാണ് പ്രോജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തതെന്നാണ്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഔട്ട്പുട്ട് വേറെ, അത് പോട്ടെ, അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രമിക്കാത്തോ, പക്ഷെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്? അപ്പൊ അവൻ നമ്പർ ഇട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ ആദ്യം ഇത് ചെയ്തു, ആദ്യം ഇങ്ങനെ സെറ്റാക്കി, ആദ്യം സെൻസറുകൾ വാങ്ങി, സെൻസറുകൾ ജോയിൻ ചെയ്തു, സെൻസറുകളുടെ കോഡ് ഞാൻ ഇങ്ങനെ പഠിച്ചു, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി, ഇന്ന സ്ഥലമെത്തിയപ്പോൾ പരാജയപ്പെട്ടു. ഈ കംപ്ലീറ്റ് സ്റ്റോറി കേട്ടതിന് ശേഷമാണ് 36 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് അവർ ഓഫർ ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഒരാളുടെ സക്സസ് അല്ല കമ്പനികൾക്ക് വേണ്ടത്. നിങ്ങളുടെ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കമ്പനി തുടങ്ങുന്നൊന്നും ഞാൻ പറയത്തില്ല, തുടങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ശ്രമമുണ്ടല്ലോ, നിങ്ങൾ ഒരു ആശയത്തെ എടുക്കുക, ആ ആശയത്തെ സ്വന്തം കുഞ്ഞിനെ പോലെ നെഞ്ചിലേക്ക് ചേർക്കുക, ആ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പാല് കൊടുക്കുക. ദാറ്റ്സ് കോൾഡ് വിഷൻ ആൻഡ് പെർസിസ്റ്റൻസ്. അല്ലാതെ 2 ദിവസം പാല് കൊടുത്തിട്ട് 3-ന്റെ കൊച്ചിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ കൊച്ചു ചത്തു. ഒരു ആശയങ്ങളോടും എന്റർപ്രണർഷിപ്പിനോടും നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. അതിനെ തുടർച്ചയായിട്ടുള്ള രീതിയിൽ ഫീഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പറ്റണം. നമ്മളുടെ കുട്ടി ചിലപ്പോൾ നല്ലതോ ചീത്തയൊക്കെ ആവും എന്ന് കരുതി ഒരമ്മയും പാല് കൊടുക്കാതിരുന്നിട്ടില്ല. എന്റെ കുട്ടി വളർന്നു വരുമ്പോൾ ഗുണ്ടയാകും എന്ന് കരുതി ഇന്നോളം ഒരമ്മയും ഒരു കുട്ടിക്കും പാല് കൊടുക്കാതിരുന്നിട്ടില്ല. അത് തന്നെയാണ് എന്റർപ്രണർഷിപ്പിന്റെ ഏറ്റവും വലിയ ഒരു ആശയത്തെ എങ്ങനെ നിങ്ങൾ നേർച്ചർ ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. പെർസിസ്റ്റൻസ് ആൻഡ് വിഷൻ. നിങ്ങൾക്ക് ആദ്യം ഒരു വിഷൻ ഉണ്ടായിരിക്കുക, 2 നിങ്ങൾ സ്ഥിരമായിരിക്കുക. നിങ്ങൾ രാവിലെ കിളയ്ക്കാൻ ഇറങ്ങിയാൽ മതി. നിങ്ങൾ 10 കൊല്ലം സ്ഥിരമായി കിളച്ച് ആ പ്രദേശത്ത് ഏറ്റവും മികച്ച കിളയക്കാരനായി നിങ്ങൾ മാറേ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടും. പക്ഷെ 2 ദിവസം കിളച്ചതിന് ശേഷം 3 ദിവസം വണ്ടി ഓടിക്കാൻ പോവുക, 3 ദിവസം വണ്ടി ഓടിക്കാൻ പോയതിനു ശേഷം 4 ദിവസം ഏതെങ്കിലും കടയിൽ ജ്യൂസ് അടിക്കാൻ പോവുക, കടയിൽ ജ്യൂസ് അടിക്കാൻ ചെയ്തതിനു ശേഷം പിന്നെ പത്രം ഇടാൻ പോവുക. ഇങ്ങനെ ചാടി കളിക്കരുത്. ഇങ്ങനെ ചാടി കളിച്ചാൽ നിങ്ങൾ എവിടെയും ഒന്നും ആവത്തില്ല. നോ എവരിത്തിങ് മാസ്റ്റർ ഓഫ് നത്തിങ് എന്ന് പറയത്തില്ല, അതുപോലെ. സോ യു നീഡ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റിയാൽ അതാണ് ബെസ്റ്റ് കാര്യം. അത് നമുക്ക് വെറുക്കത്തില്ല.
നിങ്ങൾ ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പടം വരച്ചു കൊടുക്കും, നിങ്ങൾക്ക് അത് കാശ് കിട്ടിയില്ലെങ്കിലും വരച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഊഹിക്കുക, അതാണ് നിങ്ങളുടെ പാഷൻ. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ജോലിയോ എന്തെങ്കിലും രീതിയിലുള്ള ആശയങ്ങളോ എടുക്കുവാൻ ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കമ്പനി നിങ്ങൾക്ക് ഈ രീതിയിൽ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ചെറിയ ചെറിയ ആശയങ്ങൾ എടുത്ത് ആ ആശയങ്ങളെ ചർച്ച ചെയ്ത്, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ട് അവിടെ. ഇപ്പൊ പ്രേംചേട്ടനുണ്ട്, സതീഷ് സാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സഹായത്തിന്, നിങ്ങൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി നാളെ ഒരു കമ്പനി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സഹായം നിങ്ങളുടെ മുന്നിൽ ഒരു കാരണവശാലും, കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ആരും കാണത്തില്ല. ഇപ്പൊ അതാണ് ബെസ്റ്റ്. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് താങ്ങാൻ ഒരു ഒരു ചെറിയ ഒരു ഷോൾഡർ ഉണ്ട് അവിടെ. ആ ഷോൾഡർ വളരെ ആശ്വാസമാണ്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഷോൾഡർ ഇല്ല, മനസ്സിലായോ? ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പരിഹരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഷോൾഡർ ഉണ്ട്. ആലോചിക്കുക, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, അത് ഞങ്ങളൊന്ന് ബിടെക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ ഇങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ എവിടെ നിന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സപ്പോർട്ടുകളാണ്. യൂണിവേഴ്സിറ്റി തന്നെ ഒരു കമ്പനി തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടീമുകൾ ബിൽഡ് ചെയ്യുക, ആ കുഞ്ഞു കുഞ്ഞു ടീമുകളിൽ നിന്ന് ആശയങ്ങൾ ഉണ്ടാക്കുക, ആ ആശയങ്ങളെ ഏറ്റവും നല്ല രീതിയിലുള്ള റൈറ്റ്ഫുൾ സ്കില്ലായിട്ട് മാറ്റുക, ആ സ്കില്ലിന്റെ ബേസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് യൂണിവേഴ്സിറ്റി 2 എന്ന് പറയുന്ന സങ്കല്പം എന്റർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ആൻസർ. സോ ഇൻഡസ്ട്രി 4 എന്ന് പറയുന്ന ആശയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി 2 എന്ന് പറയുന്ന സങ്കല്പമാണ് പറ്റുന്നത്. ഇപ്പോൾ നിലവിലുള്ളതിനെ യൂണിവേഴ്സിറ്റി 1 എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് പോലെ, നിങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന്റെ കോഡ് പഠിക്കുന്നത് പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഞാനൊക്കെ ബിടെക് പഠിക്കുമ്പോൾ കോഡ് കാണാതെ പഠിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒന്നും കാലഘട്ടത്തിൽ 21 വയസ്സ് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് ആർക്കും സ്വന്തമായി കോഡ് എഴുതാൻ അറിയത്തില്ല. കോഡ് കാണാപ്പാടെ എഴുതാൻ അറിയത്തുള്ളൂ. അതല്ല വേണ്ടത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു ഫീൽഡിലാണ്, പലർക്കും അറിയാം. ഞാൻ വർക്ക് ചെയ്യുന്നതും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു മേഖലകളിലാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ആശയത്തെ ഒരു ലോജിക്കൽ തിങ്കിങ് ആക്കി മാറ്റുകയും അതിനെ ഒരു പ്രോഗ്രാമാക്കി മാറ്റുകയും ചെയ്യുന്നുള്ളത്. മനസ്സിലായോ? നിങ്ങൾ ആരും കോഡ്, നിങ്ങളുടെ മുന്നിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, ഒരു കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ ആ ലോജിക്ക് ഒരു ഗൂഗിളും നിങ്ങൾക്ക് ലോജിക്ക് തരത്തില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആശയങ്ങളെ ഉണ്ടാക്കുക. അത് ഒരു പോയിന്റ് കൂടി പറഞ്ഞു തരാം. സ്റ്റോപ്പ് ഗൂഗിളിങ്. എല്ലാ ആശയങ്ങളും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾക്ക് സ്വന്തമായ രീതിയിലുള്ള ആശയങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഗൂഗിളിങ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട്, കുറച്ചു നേരം നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കണം. നമ്മൾ 24 മണിക്കൂറും മൊബൈലും കമ്പ്യൂട്ടറും നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മികച്ച ആളുകളാവും എന്നൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. നിങ്ങൾക്ക് ചുറ്റുപാടുകളുമായി ബന്ധം വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഇന്ത്യ ഇതുവരെ ഒരു മെറ്റ ഐഡിയക്ക് രൂപം കൊടുത്തിട്ടില്ല. മെറ്റ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പോലെ, പ്യുവർ ഐഡിയാസ്, ഗൂഗിൾ പോലെ, ഫേസ്ബുക്ക് പോലെ, വാട്സപ്പ് പോലെ അങ്ങനെയുള്ള മെറ്റ ഐഡിയാസ് ഇല്ല. നമ്മുടെ എല്ലാ ഐഡിയകളും മിമിക്സ് ആണ്. നമ്മുടെ ബൈജൂസ് ആപ്പ് കാൻ അക്കാഡമിയുടെ മിമിക്കാണ്, നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോണിന്റെ മിമിക്കാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ആശയങ്ങളും മിമിക്കാണ്. ഒരു മെറ്റ ഐഡിയ ഉണ്ടാക്കുന്നതിന് ഗൂഗിൾ പോലെയോ മൈക്രോസോഫ്റ്റ് പോലെയോ വാട്സപ്പ് പോലെയോ ഫേസ്ബുക്ക് പോലെയോ ആപ്പിൾ പോലെയോ ഒരു മെറ്റ ഐഡിയ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. സോ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾക്ക് ഈ ആശയങ്ങൾ മാത്രമേ കിട്ടൂ. ആരെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത ആശയം, അതിൽ തെറ്റില്ല, അതിൽ യഥാർത്ഥത്തിൽ തെറ്റില്ല. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ നിങ്ങൾക്ക് പറ്റുന്നത് കൊണ്ട്, ഇപ്പൊ എൻ്റെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാൾ, ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ബിസിനസ് ഐഡിയ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനായിരിക്കും ആലോചിക്കുന്നത്. അതെനിക്ക് റിസ്ക് കുറവായതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ ഇന്നോവേഷൻ കുറയും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇന്നോവേറ്റീവ് ആകുന്നതിന് വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ഗൂഗിളിങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായ ഒരു ആശയങ്ങൾ ചർച്ചകളിലൂടെ, തുടർച്ചയായ ചർച്ചകളിലൂടെ, തുടർച്ചയായ വായനകളിലൂടെ, തുടർച്ചയായ എഴുത്തിലൂടെ, വായനയും എഴുത്തും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ തുടർച്ചയായി വായിച്ചു നോക്കേ, നാളെ ഒരു പുസ്തകം എഴുതാൻ നിങ്ങൾക്ക് പറ്റും. സോ നിങ്ങൾ ആശയങ്ങളെ തുടർച്ചയായി ഇങ്ങനെ വായിക്കുക, അവരെ കേൾക്കുക. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു വാക്കിൽ നിന്ന് ഒരു കരിയർ ഉണ്ടാകുന്ന അവസ്ഥ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്, ഒരു വാക്കിൽ നിന്ന്, സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്ന് ഒരാൾക്ക് കരിയർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വായനയിലൂടെയും ഇന്ററാക്ഷനിലൂടെയും നമുക്ക് ആശയങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും.
നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ നിങ്ങളുടെ ഫാമിലിയുമായിട്ടോ അധ്യാപകരുമായിട്ടോ പിന്നെ കൊളീഗ്സുമായിട്ട് ആരോട് സംസാരിച്ചാലും നിങ്ങൾക്ക് ആശയങ്ങൾ ഉണ്ടാക്കാം. ഇതെല്ലാം ലിസ്റ്റ് ചെയ്യുക, ഐഡിയ ഫിൽട്ടർ ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. സോ യൂണിവേഴ്സിറ്റി 2 എന്ന് പറയുന്ന സങ്കല്പം എത്ര മികച്ചതാണോ അത്രത്തോളം സ്ട്രഗിളിങ്ങുമാണ്. അപ്പോൾ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ഫീൽഡ് എന്റർപ്രണർഷിപ്പ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ഇയറിനെ ഒരു എന്റർപ്രണർ ജേർണി ആയിട്ട് മാറ്റിയാൽ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൂടി തന്നെ നിങ്ങൾക്ക് ആ ഡിഗ്രി സമ്പാദിക്കാൻ പറ്റും. സോ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ വെറുതെ ഒരു ഡിഗ്രിയുമായി ഇറങ്ങാതെ നിങ്ങൾ പ്രൊട്ടക്ഷൻ റെഡി ആയിട്ട് ഇറങ്ങും. മനസ്സിലായോ? ഇന്ത്യയിൽ ഇറങ്ങുന്ന ഗ്രാജുവേറ്റ്സിൽ 5% മാത്രമേ ഉള്ളൂ പ്രൊട്ടക്ഷൻ റെഡി. ഈ നാട്ടിൽ ജോലിക്കൊരു പഞ്ഞവുമില്ല, ചെയ്യാൻ ആളുകൾക്കേ ഉള്ളൂ പഞ്ഞം. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് കോത്താഴത്തുനിന്ന് വരും എന്ന് പറയത്തില്ലേ. സോ നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിലുള്ള നെല്ലുണ്ടെങ്കിൽ, അത് ഉണങ്ങിയ നെല്ലാവരുത്, വീണ്ടും കിളിർക്കുന്ന നെല്ലായിരിക്കണം. അങ്ങനെ കിളിർക്കുന്ന നെല്ലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ കമ്പനികൾ വരും, ഉറപ്പായിട്ടും വരും. സോ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സതീഷ് സാർ പറഞ്ഞ ബ്രീഫിൽ നിന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ അതിനെ ഒന്ന് വിപുലീകരിച്ചതാണ്. സാറ് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ നല്ല രീതിയിൽ പക്കയാക്കി. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞില്ല. പ്രയർ പ്രോഗ്രാമിംഗ് എന്നൊരു ആശയമുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ പ്രയർ പ്രോഗ്രാമിംഗ്. എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ 2 പേര് ചേർന്ന് പ്രോഗ്രാം ചെയ്യുക. അതിൽ ഒരാളെ പറയുന്ന പേരാണ് ഡ്രൈവർ, രണ്ടാമത്തെ ആളുകളെ പറയുന്ന പേരാണ് മോട്ടിവേറ്റർ. ഡ്രൈവർ ആയിരിക്കും എപ്പോഴും കോഡ് എഴുതുന്നത്, മോട്ടിവേറ്റർ ആയിരിക്കും എപ്പോഴും കോഡിന്റെ ആശയം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഈ റോൾ സ്വിച്ച് ചെയ്യണം. സോ ഒരാൾ മാത്രം പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഡബിൾ എഫക്റ്റീവ് ആയിരിക്കും അത്. ഞാൻ നമ്മുടെയൊക്കെ അവിടെ കമ്പനികളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന മെത്തേഡ് 2 പേരെ ചേർത്തിട്ടാണ് ഒരു ആശയത്തെ കൊടുക്കുക. ഒരാൾ എപ്പോഴും അതിന്റെ അൽഗോരിതവും ഡീറ്റെയിൽസും അതിന്റെ സ്റ്റെപ്സും ഒക്കെ അതിന്റെ ലോജിക്കിനെ പറ്റി, പ്രോഗ്രാമിന്റെ ലോജിക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരാൾ എപ്പോഴും അതിന്റെ കോഡുകളെ കുറിച്ച് ചിന്തിക്കും. ഇവർ സ്വിച്ച് ചെയ്യും കേട്ടോ. ഒരു റോൾ സ്വിച്ച് ചെയ്യാൻ പ്രയർ പ്രോഗ്രാമിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ പെയർ പ്രോഗ്രാമിംഗ് രീതിയിൽ അത് നിങ്ങൾ എപ്പോഴും ഒരു ടീം ആവുക. ആ ടീമിന്റെ ഗുണവുമാണ് ഈ പെയർ പ്രോഗ്രാമിംഗ്. ഈ പെയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഡ്രൈവറും ഒരാൾ മോട്ടിവേറ്റർ ആവുക. അത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുക്കുക, ആ ലാംഗ്വേജിനെ പക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ നിങ്ങൾ കോഡ് ചെയ്യുന്ന വെച്ചോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 വർഷം 3 വർഷം സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര അവേഴ്സ് ഓഫ് കോഡിങ് കിട്ടും. അത്രയും അവേഴ്സ് ഓഫ് കോഡിങ് ഉണ്ടെങ്കിൽ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കോഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും അത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അതൊരു ലാംഗ്വേജ് പോലെയാണ്. നമുക്ക് നല്ല രീതിയിൽ ഒരു ഇംഗ്ലീഷിൽ കവിത എഴുതണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയണമല്ലോ, അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ ഇന്നോവേഷൻ വളരെ സിമ്പിൾ ആണ്. ഒരാളൊരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാൻ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ അറിവിന്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറയുന്നതിന് സന്തോഷം. അതിന് മുമ്പ് ഞാൻ ഇന്ററാക്ഷന് മുമ്പ് സന്തോഷ് ഇപ്പൊ ചെയ്യുന്ന കമ്പനികൾ എന്തൊക്കെയാണ്, എന്താ കമ്പനിയാണ്, എത്ര സ്റ്റാഫ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ തരം ആക്ടിവിറ്റിയാണ്? ഞാൻ എഡ്യൂടെക് കമ്പനിയാണ് സാർ, മാക്ലാബ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഏകദേശം അപ്പം ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് ഈ പ്രോഗ്രാമിംഗ് ബന്ധപ്പെട്ട്, അത് ഈ കുറച്ചും കൂടി ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ടാണ്, പ്രോഗ്രാമിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലോജിക് ലെവൽ, അതിനെ ഗെയിമിഫിക്കേഷൻ എന്നാണ് പറയുക. ആ ഗെയിമിഫിക്കേഷൻ ലെവൽ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ, അത് സോഫ്റ്റ്വെയറും ഉണ്ട് ഹാർഡ്വെയറും ഉണ്ട്. ഞങ്ങൾ കുറച്ചും കൂടെ ഹാർഡ്വെയറിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ആ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സംഭവങ്ങൾ ഉണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തുള്ള നമ്മുടെ വർക്ക്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പുതിയ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഒരു അഗ്രിടെക് പ്രൊഡക്റ്റ് ആണ്. അഗ്രിടെക് പ്രൊഡക്റ്റിന്റെ പേര് നല്ല പച്ച എന്നാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് വഴി ഒരാൾക്ക് കൃഷി പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം, ഒരാൾ തക്കാളി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ തക്കാളിയുടെ കൃഷിയെ നമ്മളൊരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ആക്കി മാറ്റും. അപ്പൊ അവര് ഒരു ഫാം വില്ലയും ഗെയിം വില്ലയും ഒക്കെ കളി കളിക്കുന്നത് പോലെ തന്നെ അവര് കമ്പ്യൂട്ടറിനകത്ത് അതിങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്, അത് IoT ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ആ പ്ലാറ്റ്ഫോം ആ കൃഷി ചെയ്യും. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃഷി വഴി ടെക്നോളജിയും ടെക്നോളജി വഴി കൃഷിയും പഠിപ്പിക്കുക. ഇങ്ങനെ 2 പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ പ്രസന്റ് ഉള്ളത്. കൊല്ലത്താണോ ബേസ് ചെയ്തിരിക്കുന്നത്? ഇല്ല സാർ, തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ്, അവിടെ മേക്കർ വില്ലേജിലാണ്. ഓക്കെ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന പറയും.
അപ്പൊ സന്തോഷിന്റെ കമ്പനിയിലൊക്കെ പോകാൻ അവസരമാണ്. സന്തോഷ് നമുക്കപ്പോ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ എന്റെ കൂടെ ഒരാൾ പറഞ്ഞത് ഈ വലിയ കമ്പനി പോകുന്നേക്കാളും നല്ലത് പഠിക്കാൻ നല്ല സ്റ്റാർട്ടപ്പിൽ പോകുന്നതാണ്. വിഷ്ണു അത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. വിഷ്ണു അതാണ് പറഞ്ഞത്, സ്റ്റാർട്ടപ്പിലാകുമ്പോൾ ഫ്രീഡം കാണും, പഠിക്കാനൊരു മറ്റേന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം, നീ ഇന്ന പാർട്ട് ചെയ്യുന്നത് മാത്രം പറയാം, ആ പാർട്ട് മാത്രം ചെയ്താൽ മതി വലിയ കമ്പനിയാണ്. ഇതങ്ങനെയല്ല. അതെ, ഞാൻ ഒരു ആദ്യ പോയിന്റ് പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ആണ്. എന്തുകൊണ്ട് അത് പിന്നെ എന്റെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് ഞാൻ സ്വയം ബൂസ്റ്റ് ചെയ്യണമെന്ന് കരുതി അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഒരു സർ പറഞ്ഞതുപോലെ ഒരു വെൽ സ്ട്രക്ചേർഡ് കമ്പനി എപ്പോഴും അവർ ഒരു 10 കൊല്ലം മുമ്പുള്ള ടെക്നോളജി ആയിരിക്കും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. കാര്യം അവരുടെ ക്ലയൻസ് ഇപ്പോഴും ആ സെയിം സാധനം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് ഒരിക്കലും അങ്ങനെയല്ല. സ്റ്റാർട്ടപ്പിന് മുമ്പ് പ്രൊജക്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും പുതിയ ടെക്നോളജി ആയിരിക്കും അവരെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. 2, ഒരു വെൽ ഡിഫൈൻഡ് കമ്പനി ഒരിക്കലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തരത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സ്ട്രക്ചർ അങ്ങനെയാണ്, ഒരു സീൽഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തരത്തില്ല. ഒരു സ്റ്റാർട്ടപ്പ് അങ്ങനെ അല്ല. എന്റെ സ്റ്റാർട്ടപ്പിൽ പെർമനന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 5 പേരാണ്, ബാക്കി 5 പേര് പാർട്ട് ടൈം ആളുകളാണ്. മൊത്തത്തിൽ അങ്ങനെ 10 ടീം സൈസ്. ഇതിൽ 5 എപ്പോഴും കൂടെ ഉണ്ടാവുക. ഈ 5 പേരിൽ പല ആളുകളെയും നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ആളുകളാണ്. മനസ്സിലായോ? അപ്പൊ അവര് മികച്ച രീതിയിലുള്ള പൈത്തൺ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, മികച്ച രീതിയിൽ ഓപ്പൺ CV ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതൊന്നും അവരെവിടെന്നെങ്കിലും പഠിച്ചുകൊണ്ട് വന്നതല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് ഇന്ന് പെട്ടെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞത്, എല്ലാ കമ്പനികളും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നത് ആർഡിനോ ആണ്. ഞാൻ റാസ്ബെറി പൈ ആണ് യൂസ് ചെയ്യുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് റാസ്ബെറി പൈ. അത് എന്തുകൊണ്ടാണ്? എന്റെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടാണ്. കാര്യം ഞാൻ അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആർക്കും വിറ്റിട്ടില്ല. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊഡക്റ്റ് മാറ്റാൻ പറ്റത്തില്ല. കാര്യം അവര് ഒരു കമ്പാറ്റിബിലിറ്റി ഇഷ്യൂ പറയും. ഞാൻ പെട്ടെന്ന് ഒരു പുതിയ ഹാർഡ്വെയറിലോട്ട് പോയാൽ എനിക്ക് അങ്ങനെ കമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ഇല്ല. എനിക്ക് ഏറ്റവും പുതിയ സാധനം യൂസ് ചെയ്യാം. അപ്പൊ ഏറ്റവും പുതിയ ടെക്നോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും സ്റ്റാർട്ടപ്പ് ആണ്. പിന്നെ അവർ നിങ്ങൾക്ക് തരുന്ന ലോഡ് അത് കുറച്ചും കൂടെ മികച്ച രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതായിരിക്കും. കാര്യം അവർക്ക് വേറെ ഓപ്ഷൻസ് കാണത്തില്ല. ഒരു വലിയ കമ്പനിക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതുകൊണ്ട് അവർ ലിമിറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളെ അവർ എൻഗേജ് ചെയ്യിപ്പിക്കുക. സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് പോയിന്റ് ആണ്. പിന്നെ നിങ്ങളുടെ ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്നു, കഴിഞ്ഞ തൊട്ടുമ്പത്തെ ബാച്ചിലുണ്ടായിരുന്ന ഒരു ഗണേഷ് ഉണ്ട്. ഗണേഷ് നമ്മളത് 10th ഒക്കെ കഴിഞ്ഞ ഉടനെ ആദ്യം ഒരു ബാങ്കിൽ പോയി, പിന്നെ പ്രൊഫഷണൽ ഓഫീസർ ആയിരുന്നു. ഒരു ബാങ്കിൽ കളഞ്ഞിട്ട് കമ്പനിയിൽ വന്നു. അതും ആദ്യത്തെ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. എന്നിട്ട് ശരിക്കും ആ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ ഗണേഷിന് അറിയാം. അത് അറിയാൻ കാരണം ആ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടാണ്. എക്സാമ്പിൾ പറഞ്ഞാല് പുള്ളി പറയുന്നത് ഏകദേശം ഒരു ബയോ ഇൻഫർമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി കമ്പനിക്ക് കൊടുത്തു. ഏകദേശം 20 crore മറ്റുണ്ടാണ്, അത് 2 crore മറ്റാണ് അതിന്റെ ഒരു പ്രോജക്റ്റ്. പക്ഷെ ഇവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ 20 lakhs rupees ആയുള്ളൂ. കാരണം ഇവിടുത്തെ സാലറി ഇപ്പൊ 60,000 75,000 കൊടുത്തിട്ട് പോലും അവർ വർക്ക് ചെയ്തു. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് ആലോചിക്കണം. അപ്പൊ ഈ ഒരു നോളജ് ഗണേഷ് കിട്ടിയത് ഒരു വലിയ കമ്പനിക്കാണെങ്കിൽ ഒരിക്കലും അവരുടെ ബിസിനസ് ആയിട്ട് നമുക്ക് അറിയാനേ പറ്റില്ല ഇതെങ്ങനെയാണെന്ന്. കൂടെ 2 പേര് ജോലി ചെയ്താൽ 2 പേര് സാലറി എത്രയെന്ന് അറിയാൻ പറ്റില്ല. ഇതായതുകൊണ്ടാണ് അത് അറിയാൻ പറ്റിയതെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഒരു ധാരണ കിട്ടും. അപ്പൊ ഈ ഒരു നോളജ്, ജസ്റ്റ് അത് നോളജ് തന്നെ പുള്ളിക്ക് ചിലപ്പോൾ ഒരു അടുത്ത കമ്പനി മാറാനോ അല്ലെങ്കിൽ പുതിയൊരു കമ്പനി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനോ ഒരു ഹോപ്പാണ്. അവിടെ ഇതുപോലെ എന്തുകൊണ്ട് എടുത്തുകൂടാന്നൊരു തോന്നല് വരും. പ്രോജക്ട് ഇത്രയും വലിയ പ്രോജക്ട് എടുത്തില്ലെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പ്രോജക്റ്റ് എങ്കിലും എടുത്ത് ചെയ്തുകൂടെ. ബാക്കിയുള്ളവർ സംസാരിക്കും, ഇല്ലെങ്കിൽ ഓരോരുത്തരെ പേര് വിളിക്കും. നമ്മുടെ ഒരു കേരള സ്റ്റൈലിൽ ആരും സംസാരിക്കും. സാർ ആക്ച്വലി ഞാൻ ചോദിക്കാനിരുന്ന ഡൗട്ട് തന്നെയാണ് സാർ ഇപ്പൊ ആക്ച്വലി പറഞ്ഞത്. ഇപ്പൊ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് ഒരു ചെറിയ കമ്പനി ആണോ നമ്മൾ പ്രിഫർ ചെയ്യാൻ, ഒരു വലിയ MNC ആണോ എന്നുള്ളത് ആയിരുന്നു. അപ്പൊ സാർ തന്നെ ആക്ച്വലി പറഞ്ഞു. വിജയ് നമ്മുടെ ഫസ്റ്റ് ജൂനിയർ ബാച്ച് MSc ഡാറ്റാ സയൻസ് ആണ്. വിജയ് മദ്രാസിലേക്കാണ് പഠിച്ചത്. കുറച്ചുകൂടെ ആക്റ്റീവ് ആണ് വിജയ്. അപ്പൊ ഈ അവസരങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സംശയം ആകണമെന്നില്ല, ഒരു കമന്റ് പറഞ്ഞാലും മതി. നിങ്ങളുടെ ഒപ്പീനിയൻ, ഇപ്പൊ എന്റെ ഒപ്പീനിയൻ എല്ലാം ശരിയാവണമെന്നുണ്ടോ? നമ്മളെല്ലാവരും ചിന്തിക്കുന്നു, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു. പക്ഷെ അങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് വി വിൽ ലേൺ സംതിങ്. അതർവൈസ് നമ്മൾ ഒരിക്കലും സംസാരിക്കില്ല. അതുമല്ല ഇപ്പൊ സന്തോഷമൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കും. ഒരു വലിയ കമ്പനിയോ വലിയ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അത് ഞാനായപ്പോലും എനിക്ക് തന്നെ ഇപ്പൊ അമേരിക്കയിലെ വളരെ ഫേമസ് യൂണിവേഴ്സിറ്റി വലിയൊരു ഫേമസ് ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പഠിക്കും. ഒരു നോബൽ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കാൻ പഠിക്കും. അത് സാധാരണ പ്രൊഫസറാണ് ഞാൻ സംസാരിക്കുക, അത്ര തന്നെ. അത് സംസാരിക്കണം, കഴിവണം. ഈ പിന്നെ സന്തോഷ് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഏറ്റവും എന്റെ റിസർച്ച് സ്കോളേഴ്സും കൂടെ കേൾപ്പിക്കണം. ഇത് ഇൻഡസ്ട്രി എന്റർപ്രണർഷിപ്പ് ഒക്കെയാണ് പറഞ്ഞതെങ്കിലും റിസർച്ച് സ്കോളേഴ്സിനെ പറ്റി ഒരുപാട് കാര്യമുണ്ട്. കാരണം എന്റെ കൂടെ റിസർച്ച് ചെയ്യുന്നതിൽ കുറച്ച് പേര് പ്രോബ്ലം എന്താണ് ചെയ്യണമെന്ന് പോലും അറിയാതിരിക്കുകയാണ്.
പ്രോബ്ലം എങ്ങനെയാണ് എന്നാണ്. അത് ഈ ആനയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഒരു റിസർച്ച് പേപ്പർ കിട്ടിയ എക്സാക്ട്ലി നമ്മൾ അതിനെ ബ്രേക്കപ്പ് ചെയ്യുകയും അതിന്റെ ചെറിയ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സപ്പോസ് ഇഫ് ഐ ഗിവ് എ പ്രോബ്ലം ടു ദം ഫോർ സോൾവിങ് ഫോർ PhD, they may not be able to do that problem, but they can find a similar problem or a smaller problem and solve it. ആ റിസർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അതിനുവേണ്ടി എഫർട്ട് കുറച്ചുകൂടെ എടുക്കുന്നുള്ളതാണ്. അപ്പൊ അത് ആ രീതിയിൽ നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ നമ്മുടെ സിറ്റുവേഷനിൽ സമൂഹത്തിലെ എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് നമ്മൾ പണ്ടേ മുതലാളി എന്ന് വിളിക്കുന്നത് വെച്ചാൽ അവരെല്ലാം സമൂഹത്തിലെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ധാരണ നമ്മൾ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരൊരു കമ്പനി ബിൽഡ് ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി ബില്യൻസ് ആണ്. അതൊരു പ്രൊഫസർക്ക് ഉണ്ടാകുന്ന വിവരമല്ല. ഒരു പ്രൊഫസർക്ക് ബുക്കിഷ് നോളജ് ആയാലും സർവ് ചെയ്യാം. ഇപ്പൊ എനിക്ക് എന്നെ റിട്ടയർ ചെയ്യുന്നത് വരെ ഞാൻ ബുക്കിഷ് നോളജ് വെച്ചുകൊണ്ടിരുന്നാലും എനിക്ക് സർവ് ചെയ്യാം. കാരണം ഞാൻ ബുക്കിലുള്ളത് പഠിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. സംടൈംസ് യു മേ ഡു സം റിസർച്ച്. എന്നാലും ആ റിസർച്ച് ജെന്യുവിൻ പ്രോബ്ലം എന്നായിരിക്കില്ല. എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറുള്ള പ്രോബ്ലത്തിന് നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് നോളജ് നമ്മൾ ഓൺലൈനിൽ ഒരു അല്പം കൊടുക്കുന്നു. പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ശരിക്ക് സ്കില്ല് വേണം. പണ്ട് നമ്മൾ ഈ ടാറ്റ ബിർള എന്നൊക്കെ പറയില്ലേ, ബിർള രാവിലെ 4:30 മണിക്ക് ഉറക്കമെഴുന്നേക്ക് വരുന്നതാണ്. അയാൾക്ക് ചില റിട്ടീൻസ് ഉണ്ട്. ഈ പലർക്കും ഒരു ഡിസിപ്ലിൻ, അവർ ബിസിനസ് ചെയ്ത് ഡിസിപ്ലിൻ വന്ന് കാണും. കുറച്ചുപേരല്ലാത്തവരുണ്ട്, വെറും മണി ഓറിയന്റഡ് ആയിട്ടുണ്ട്. പക്ഷെ മറ്റ് നല്ലൊരു ശതമാനം ആൾക്കാരും ബിസിനസ് സക്സസ് ആവുന്നതോടുകൂടി അവരുടെ ലൈഫ് വളരെ റിഫൈൻഡ് ആയിട്ട് കാണാറുണ്ട്. പലരും അവർക്ക് എല്ലാവർക്കും ഫിലോസഫി ഉണ്ട്, സ്വന്തം നിലയിൽ ഫിലോസഫി അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് ആ ഫിലോസഫി വരുന്നത് വെച്ചാൽ, നമ്മൾ റിസർച്ചോ എന്തായാലും ബിസിനസ്സോ എന്തിലായാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മുടെ നോളജ്, നമ്മുടെ ആ കഴിവ് കൂടിക്കൊണ്ടിരിക്കും. കോൺസെൻട്രേഷനാണ് നമ്മുടെ ആ ഒരു പ്രജ്ഞ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ആ പ്രജ്ഞ അത് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തിന് കോൺസെൻട്രേറ്റ് ചെയ്താൽ. ബിസിനസ് പറഞ്ഞാൽ നീഡ്സ് കോൺസെൻട്രേഷൻ. നമുക്ക് ബിസിനസ് പകുതി കളയാൻ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ അത്ര ഹ്യൂജ് ലോസും അതൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ വ്യക്തിയുടെ കഴിവ് കൂടും. സ്വാഭാവികമാണ്. അത് എന്തിലായാലും എന്തിന്. അതുകൊണ്ട് ഈ ബുക്കിഷ് നോളജോ അല്ലെങ്കിൽ അക്കാഡമിക് ഡിഗ്രി. എനിക്കൊരു പോയിന്റ് ഇപ്പൊ ഇന്ററപ്റ്റ് ചെയ്യാം സാറേ. എനിക്കൊരു പോയിന്റ് ഓർമ്മയുണ്ട്, ഞാൻ നിങ്ങളുടെ പറയുകയാണ്. സതീഷ് സാറ്, ഞാൻ ടെക്നോളജി മാനേജ്മെന്റ് പഠിക്കുമ്പോഴത്തേക്ക് അന്ന് എനിക്ക് ചെറിയ ഓഫീസൊക്കെ ബിസിനസ്സിലെ ചില സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷെ സാർ എപ്പോഴും എന്റെ ഡ്രസ്സിങ് അത്ര പോരാ എന്ന് സ്ഥിരം എന്റെ അടുത്ത് മാത്രം വേറെ അടുത്തും പറയത്തില്ല. അത് സാർ പറയും, അത് നീ ഒരു എന്റർപ്രണർ ആണ്, നിന്റെ ഡ്രസ്സിങ്ങിനെ പോരെ, നമ്മള് അയൺ ചെയ്തൊന്നുമില്ല, നമ്മളത് സ്റ്റുഡന്റ് അല്ല. പക്ഷെ ഞാൻ ആക്ച്വലി ടെക്നോ പാർക്കിലൊക്കെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അയൺ ചെയ്യാൻ പോകാറില്ല, ഷൂസ് ഇടാതെ പോകാറില്ല. മനസ്സിലായോ? അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ആളുകളോട് സംവദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആശയങ്ങളുടെ വാല്യൂ അത് വളരെ വലുതാണ്. അത് അന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അത്ര ഗുണകരമായിട്ടല്ല തോന്നി. കാരണം ഞാൻ ഇരുന്നത് പീറ്റർ ഇംഗ്ലണ്ടാണ്. അപ്പൊ അതിൽ കൂടുതലൊന്നും സാധാരണ ഒരു സ്റ്റുഡന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സാർ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയല്ല. സാർ എക്സ്പെക്ട് ചെയ്തത് ഞാൻ കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ട് രീതി ആവണമെന്നാണ്. അത് ഞാൻ എന്റർപ്രണർ ആയതുകൊണ്ടാണ്. അപ്പൊ അതാണ് ആളുകളുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ സാർ, കണ്ടിന്യൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താലും ഇത് വരും. പിന്നെ നമ്മളൊരു ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത്, അത് റിസർച്ച് ആയിരുന്നാലും സ്റ്റഡീസ് ആയിരുന്നാലും എന്തായാലും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക, കഴിവ് കൂടിക്കൊണ്ടേയിരിക്കും. ചുമ്മാ അവിടെ ഉറങ്ങി വയ്യാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങി എപ്പോൾ ഉറക്കം വരും, ഉറങ്ങാൻ പറ്റിയത് എങ്ങനെ ഉറങ്ങാം, ഏത് അന്തരീക്ഷത്തിൽ ഉറങ്ങാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ ചുമ്മാ അവിടെ അതേ ഉറക്കം വരില്ല. കണ്ടിന്യൂസ് ഒരാഴ്ച ഉറക്കുകയാണെങ്കിൽ ഒരാഴ്ച ഉറങ്ങിയ ഉറക്കം എന്താണെന്ന്, ഉറങ്ങാൻ പറ്റിയ ആഹാരം എന്താണെന്ന്, ഏത് സമയത്ത് ഉറങ്ങുന്നതാണെന്ന്, എങ്ങനെ കിടന്നാൽ ഉറങ്ങുന്നതാണെന്ന്, ഏത് മുറി കിടന്ന ഉറക്കം വരും എന്നൊക്കെ നമ്മൾ പഠിക്കും. എന്ത് ചെയ്താലും പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു ഉറങ്ങിയാലും പഠിച്ചുകൊണ്ടിരിക്കണം. ബെഡ് കമ്പനികൾ അങ്ങനെ ഒരു റിസർച്ച് ചെയ്യും സാറേ. എന്ന് പറഞ്ഞാല് ബെഡ് കമ്പനിയുള്ള ഒരാളെ ഇങ്ങനെ സ്ഥിരം കിടത്തിയിട്ട് അവർക്ക് ഏത് പൊസിഷനിൽ കിടക്കുമ്പോഴാണ് നല്ല സുഖം കിട്ടുന്നത് സെൻസേഴ്സ് വെച്ച് നോക്കും. ആ സെൻസേഴ്സിന്റെ പാരാമീറ്റർ വെച്ച് നോക്കിയിട്ട് ആ രീതിയിൽ അവർ ബെഡ് നിർമ്മിക്കും. അങ്ങനെ ഒരു ആറാണ്ടി ഉണ്ട്. അതെ. അപ്പൊ എന്തെല്ലാം വരും നമ്മുടെ പൊതുവേ ഞാൻ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും. നമ്മൾ എല്ലാവരും സ്ഥിരം തമാശ ക്ലാസ്സിൽ പറഞ്ഞ വെച്ചാൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം സിനിമയ്ക്ക് വന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പൊ ഈ സിനിമയെ കുറിച്ച് ചിന്തിച്ചാണ് ക്ലാസ് ചിന്തിക്കും. പഠിക്കുന്ന സമയത്ത് നമ്മൾ സിനിമയെ കുറിച്ച് ചിന്തിക്കും. സിനിമ തിയേറ്ററിൽ ചെന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അയ്യോ പഠിച്ചില്ലല്ലോ എന്ന് പഠിത്തത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ സിനിമയെ ആസ്വദിക്കില്ല, പഠിക്കുന്നത് ആസ്വദിക്കും. അതാണ് നമ്മുടെ ഒരു പൊതുവേ സ്വഭാവം. രണ്ടാമത്തെ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ഉറക്കം വേണമെങ്കിൽ ഒരാഴ്ചയൊക്കെ ഉറങ്ങണം. ഉറക്കം നമുക്ക് മടുക്കും. നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് പഠിക്കാൻ വയ്യാന്ന് തോന്നിയാൽ നമ്മൾ ഒരാഴ്ചയൊക്കെ ഉറങ്ങണം. ഉറങ്ങാൻ പഠിക്കുന്നു. അപ്പൊ തനിയെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഒരാഴ്ച കൂടി ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ എന്താണ് അതിലങ്ങ് ഒരു സംതൃപ്തി നേടണം. ആക്ഷൻസ് റൈറ്റ്ലി പെർഫോംഡ് ബ്രിങ്സ് അസ് ഫ്രീഡം എന്നാണ്. ആക്ഷൻസ് റൈറ്റ്ലി റിനൗൺസ്ഡ് ബ്രിങ്സ് അസ് ഫ്രീഡം എന്നാണ്. നമ്മൾ എന്തായാലും ചെയ്ത് വരും.
അനന്തു എന്തെങ്കിലും പറയും. ശബ്ദം പറയും. സർ, എനിക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പോ ഒരു സ്റ്റാർട്ടപ്പിൽ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് നേരത്തെ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ പ്ലേസ്മെന്റ് കിട്ടിയായിരുന്നു. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രോജക്ട് ചെയ്ത ആ കമ്പനിയിൽ തന്നെ കയറി. സ്റ്റാർട്ടപ്പ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് സാലറി ഒന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ ആ കമ്പനി പോയി. അപ്പോൾ ഈ നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടപ്പിലാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മളിത് ചൂസ് ചെയ്യേണ്ടത്? ലൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെ? അത് നല്ല ചോദ്യമാണ്. പിന്നെ സന്തോഷിന് പറയാൻ പറ്റുകയും. കാരണം പല സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഇന്ന് കരിയർ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യും, കുറെ കമ്പനിയും പൊട്ടിപ്പോ നമ്മളും പോയി, അങ്ങനെ ആവാം. ഒരു ഡയലോഗ് ഉണ്ട്, ഫസ്റ്റ് ബിൽഡ് യുവർ പ്രൊഡക്റ്റ് ദെൻ പ്രോഫിറ്റ്. മനസ്സിലായോ? ഫസ്റ്റ് ബിൽഡ് യുവർ പ്രൊഡക്റ്റ് ദെൻ യുവർ പ്രോഫിറ്റ്. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ, അതായത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരടുത്ത് ഞാൻ പറയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 1-2 കൊല്ലത്തേക്ക് സാമ്പത്തികം നോക്കരുത്. നിങ്ങളതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കരുതുക. നിങ്ങൾക്കത് ചിലപ്പോൾ കിട്ടുന്ന സാമ്പത്തികം പൈസ വളരെ കുറവാണ്, കമ്പനി പൊട്ടിപ്പോയി, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും നോളജും ഒരിക്കലും പൊട്ടത്തില്ല. മനസ്സിലായി? എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് എന്റെ കമ്പനി പൊട്ടിയാൽ നഷ്ടം എനിക്ക് മാത്രമാണ്. എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടം വരത്തില്ല. കാര്യം തൊട്ടടുത്ത ദിവസം ടാറ്റ എലക്സിയുടെ അപ്പുറത്താണ് എന്റെ കമ്പനി. എന്റെ കമ്പനി പൊട്ടിയിട്ട് ആ പൊട്ടിയ അന്ന് വൈകിട്ട് തന്നെ ടാറ്റ എലക്സിയുടെ മുമ്പിൽ കൂടെ പോയി എന്റെ കമ്പനിയിൽ കാണിച്ച അതേ എക്സ്പീരിയൻസ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടാറ്റ എലക്സിക്കാർ ജോലി കൊടുക്കും. കാരണം ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ ടാറ്റ എലക്സിക്കാർക്ക് റാസ്ബെറി പൈയെ കുറിച്ച് ഇൻട്രോ കൊടുത്തത് ഞാനാണ്. എന്നെക്കാട്ടി ഒരുപാട് സീനിയർ എഞ്ചിനീയർമാരാണ്. കാര്യം അവർ റാസ്ബെറി പൈ കണ്ടിട്ടില്ല. കാര്യം അവർ പഴയ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവത്തിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് എന്റെ കൂടെ ഉള്ളത്. അത് അവരെ അറിവ് കൊണ്ടല്ല. ടാറ്റ എലക്സിയിലെ എഞ്ചിനീയർമാർ ഞങ്ങളെക്കാട്ടി മോശമാണെന്നല്ല, ഞങ്ങളെക്കാട്ടി കിടിലമാണ്. പക്ഷെ അവരുടെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് അവർ പെട്ടെന്ന് ഞാൻ പറയുന്ന ഹാർഡ്വെയറിലേക്ക് വന്നിട്ടില്ല. സോ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്ത് ആ സ്റ്റാർട്ടപ്പ് പൊട്ടായിരിക്കുക, അത് നിങ്ങളുടെ വിഷയമല്ല. കാര്യം നിങ്ങളുടെ മാമന്റെയോ അച്ഛൻ്റെയോ അല്ല സ്റ്റാർട്ടപ്പ്. നിങ്ങളുടെ ഉദ്ദേശം അവിടെ നിന്ന് എത്രത്തോളം ചോര കുടിക്കാമോ ആ ചോര കുടിച്ചിട്ട് ചാടാണ്. എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരും എന്നോടുള്ള പ്രേമം മൂത്ത് വന്നതാണ് ഒരു ധാരണയെങ്കിൽ. എന്നോടുള്ള സ്നേഹത്തിൽ ആരും അവിടെ വർക്ക് ചെയ്യുന്നില്ല. അവരെല്ലാവരും അവരുടെ ആവശ്യത്തിന് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അവരുടെ അടുത്ത് പറയും. സോ അപ്പൊ എന്താണ് എന്റെ കോൺഫിഡൻസ്? എന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആരില്ലെങ്കിലും, അതാണ് ഒരു കമ്പനി ഫൗണ്ടറിന്റെ കോൺഫിഡൻസ്. നാളെ ആരില്ലെങ്കിലും സ്വന്തമായിട്ട് നിന്നാലും എനിക്കൊന്നുമില്ലെങ്കിൽ എവിടെ പോയി ട്യൂഷൻ സെന്ററിലെങ്കിലും 4 അക്ഷരം പറഞ്ഞു കൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന കോൺഫിഡൻസ് ആണ് എന്റെ കോൺഫിഡൻസ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. സ്റ്റാർട്ടപ്പ് പൊട്ടട്ടെ, അത് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ സ്റ്റാർട്ടപ്പ് പൊട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് അടുത്ത കമ്പനിയിൽ പോവുക. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക. പിന്നെ ഞാൻ ഇപ്പോ ഈ കൊറോണയുടെ സിറ്റുവേഷനിൽ പറഞ്ഞത് 1 വർഷമോ 2 വർഷമോ നമ്മുടെ ലൈഫിൽ അതൊരു ഇതല്ല. നിങ്ങൾ ആലോചിക്കണം. ആ ഒരു ചിന്താഗതിയാണ് മാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അടുത്ത ദിവസം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് 10ാം ക്ലാസ്സാണ് എന്റെ ടേണിംഗ് പോയിന്റ്, +2 ആണ് എന്റെ ടേണിംഗ് പോയിന്റ്, ബിടെക് ആണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോലെ ഇതൊന്നുമല്ല ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റുകളൊക്കെ 45ാമത്തെ വയസ്സിൽ 50ാമത്തെ വയസ്സിലല്ലേ KFC ഉണ്ടായത്. സോ നിങ്ങൾ 21ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് 1000 രൂപ ശമ്പളം കിട്ടിയെന്ന് കരുതി നിങ്ങളുടെ ജീവിതം തൊലഞ്ഞു പോയി നടത്തൊന്നുമില്ല. 1000ൽ നിന്നായിരിക്കും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നത്. മനസ്സിലായോ? ശബ്ദത്തിന് ആ ഐഡിയ ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഹലോ സാറ്, നമ്മളിപ്പോ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ അതിന് എത്രത്തോളം നമുക്ക് സെക്യൂരിറ്റി, നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടാവുന്നില്ല? ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ജോബിന് സ്റ്റാർട്ടപ്പ് കമ്പയർ ചെയ്യുമ്പോൾ സന്തോഷം, അതിന്റെ കൂട്ടത്തില് ഈ ചോദ്യത്തിന്റെ കൂടെ തന്നെ ഇവരിപ്പോ MS ഡാറ്റാ സയൻസ് പഠിക്കുന്ന ഒരു 4 പേര് ചേർന്ന് കോഴ്സിന്റെ കൂടെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. അത് ഓഫ് ടൈമിൽ അവർ വർക്കൊക്കെ ചെയ്യുകയാണ്. വർക്ക് ഇപ്പോൾ സന്തോഷം പറഞ്ഞ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും,
എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്? ഇത് ഏകദേശം ഒരു ഒറ്റ ചോദ്യമാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്തായിരുന്നു പറഞ്ഞാൽ. അതെ, അപ്പൊ ഒന്നാമത് സാറ് പറഞ്ഞത് തന്നെ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ നാളെ ഒരു കാലത്ത് ഒരു കമ്പനി ലെവലിൽ പോയില്ലെങ്കിൽ തന്നെയും ജോലി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. കാര്യം നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 36 ലക്ഷം CTC പയ്യന്റെ ശ്രമം മാത്രമാണ് ഒരു കമ്പനി വാല്യൂ ചെയ്തത്. അവന്റെ ആ സ്റ്റാർട്ടപ്പിന്റെ ആ പ്രൊഡക്റ്റ് ഒന്നും ക്ലിക്കായിട്ടൊന്നുമില്ല, അത് പരാജയമായിരുന്നു. സോ നിങ്ങൾ ഒരു 4 പേര് ചേർന്ന് ട്രൈ ചെയ്യുന്നത് ചിലപ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് നിങ്ങൾക്ക് ഇപ്പോ ഒരു ട്രയൽ ആൻഡ് എറർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ് പോകത്തില്ല. കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോ മറ്റാൾക്കാരും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പൊ സഹൃദയ കോളേജിൽ ഒരു പയ്യൻ, ബയോടെക്നോളജി പയ്യൻ, ആൽഗകളിൽ നിന്ന്, കടൽ പായലുകളിൽ നിന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അത് ആദ്യം അവൻ കോളേജ് സമയത്ത് തുടങ്ങി, കുറച്ച് സ്ട്രഗിളിംഗ് ആയിരുന്നു. ഇപ്പോൾ അവന് ഗൾഫിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. അതൊരു 4-5 കൊല്ലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. അതൊരു പ്രത്യേക ബിസ്ക്കറ്റ് ആണ്, അതൊരു കടൽ പായലിൽ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റാണ്, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു കമ്പനി ഒരു പഠിക്കുന്നത് പോലെയല്ല. നിങ്ങൾ 4 പേര് ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ടി വരുന്ന ആശയങ്ങൾ അത് നിങ്ങൾ ഇപ്പൊ ആരുടെയും ബൂസ്റ്റ് ഇല്ലാതെ പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫിക്സ് ഒക്കെ ഇങ്ങനെ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞുതരാം. മാത്തമെറ്റിക്സ് എന്താണ് കമ്പനികളിലും പ്രോഗ്രാമിങ്ങിലും പ്രാധാന്യം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഫ്യൂച്ചർ സ്റ്റഡീസിന് ശേഷമാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ അവിടെയുള്ള ഗുരുക്കന്മാരെല്ലാം മാത്തമെറ്റീഷ്യൻസ് ആണ്. അവരാരും എഞ്ചിനീയേഴ്സ് അല്ല, അവരെല്ലാം മാത്തമെറ്റീഷ്യൻസ് ആണ്. അപ്പം ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമെറ്റിക്സ് എന്ന് പറയുമ്പോൾ കളിയാക്കിയതാണെങ്കിൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമെറ്റിക്സ് ആണ്. അത് നിങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും മാത്സ് ആണ് മെയിൻ. അപ്പൊ മാത്സിന് ഇനി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാനൊരു ടോക്കിന് പോയാൽ നിങ്ങൾ മാത്സിനെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം അത് പണി തരും എന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള CNN, KNN, NLPയോ ഡിസിഷൻ ട്രീയോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ അത് വളരെ മികച്ച രീതിയിലുള്ള സംഭവമാണ്. അത് പരാജയപ്പെടുന്നുള്ള ഭീതി നിങ്ങൾക്ക് വേണ്ട. അത് പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. 2, പ്രബിൻ ചോദിച്ച ചോദ്യം, എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു കൊക്കയിലേറ്റ് എടുത്ത് ചാടിയതിന് ശേഷം മാത്രം പാരച്യൂട്ടിനെ കുറിച്ച് ആലോചിക്കുന്ന പരിപാടിയാണ്. അത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അല്ലാതെ പാരച്യൂട്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് വളരെ സേഫായിട്ട് ചാടുന്നവരല്ല എന്റർപ്രണേഴ്സ്. അങ്ങനെ ഒരു എന്റർപ്രണർ വിഭാഗം ഇല്ല. കാണും, ടാറ്റയുടെയും അംബാനിയുടെയൊക്കെ മക്കള്, അവർക്ക് ചിലപ്പോൾ അങ്ങനെ ചാടാം. പൊതുവെ അവർ അങ്ങനെയല്ല എന്റർപ്രണർ. എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെ എടുക്കുക, ആ ആശയത്തെ ഇങ്ങനെ നേർച്ചർ ചെയ്യുക, അപ്പൊ അതിന് എക്സിക്യൂഷൻ ആവശ്യമായ സംഭവങ്ങൾ ഉണ്ടാക്കുക, പിന്നെ വിജയിക്കുക. അപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു, പിന്നെ ഇപ്പം ഒരുപാട് ഗവൺമെന്റ് സഹായങ്ങളുണ്ട്. ഞാൻ ഗവൺമെന്റ് ഫണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഗവൺമെന്റ് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല. സാറ് പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ സ്വന്തം സപ്പോർട്ടും അത് ഞാൻ വെച്ചാൽ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്. ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഗവൺമെന്റ് ഫണ്ടുണ്ട്. ആ ഫണ്ടിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. നാളെ ഇത് എന്ത് സംഭവിച്ചാലും എനിക്ക് അതുകൊണ്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കഴിവ് എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്, ചെറിയ അഹങ്കാരത്തിന്റെ പുറത്തുമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. എന്റർപ്രണർഷിപ്പ് ഒരു വളരെ സ്മൂത്ത് പരിപാടി. എല്ലാവരും വിചാരിക്കും നമുക്ക് ബോസ് ഇല്ല, നമ്മളെ ആരും ചോദ്യം ചെയ്യത്തില്ല, നമുക്കിങ്ങനെ രാവിലെ ഇഷ്ടമുള്ളപ്പം പോവാം, ഇഷ്ടമുള്ളപ്പം വരാം. അതൊക്കെയാണ് ഒരു CEO എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പേരുണ്ട്, പ്രശസ്തിയുണ്ട്. ഇതൊക്കെ അതിന്റെ പുറംമൂടി മാത്രമാണ്. ഒരു CEO എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടുത്ത് പോയി തെണ്ടുന്ന ജോലിയാണ്. ഉദാഹരണം, നമ്മുടെ ഡെവലപ്പറിന്റെ അടുത്ത് പറയും ഇതൊന്നും ചെയ്ത് തരുമോ, പിന്നെ നമ്മളെ ഡിസൈനർ അടുത്തൊന്നും ചെയ്ത് തരുമോ. ഒരു CEO എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊന്നും അറിയണമെന്നില്ല. നമ്മളതിന്റെ ഒരു അവസാന വാക്കൊന്നുമല്ല. നമ്മളെല്ലാവരുടെയും അവരിൽ നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 2014 ഞാൻ ടെക്നോളജി മാനേജ്മെന്റ് പഠിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ സ്റ്റഡീസിൽ വരുന്നത്. എനിക്ക് ഇപ്പോഴും ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസ് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2ാം കുടുംബമാണ് അത്. കാര്യം എന്താ, ഞാൻ ആ ബന്ധം കളയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് വളരെ വലുതാണ്. ഞാൻ 2 കൊല്ലം പഠിച്ചിട്ട് ഇറങ്ങിപ്പോയ ആളല്ല. സാറിനടുത്ത് ചോദിച്ചാൽ അറിയാം. ഞാൻ തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ ആ കോവിഡ് ഇല്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോകും. എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. ഞാൻ അവിടെ ചെന്നിരുന്ന എന്താ ഇവിടെ നിന്നാലും ചോദിക്കത്തില്ല. അത് ഇതുപോലെ പ്രേമൊക്കെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നേരത്തെ പിന്നെ അതിന് മുമ്പ് ഒരു വിദ്യാരാജ് താമസിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോ ആ ബിൽഡിങ്ങിന്റെ നമ്മളെ പിന്നെ പത്തിപ്പാറ PHC സെന്റർ, ഹെൽത്ത് സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്
സാധാരണ ഒരു കട ലോഡ്ജ് പോലെയാണ്. അതിന്റെ താഴത്തെ മുറിയിൽ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കമ്പനി അവർ 1000 എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച പയ്യന്മാരാണ്. അതിൽ ഒരു പയ്യൻ മെനക്കെട്ടിറങ്ങി സെർവർ മെയിൻ്റനൻസ് ആണ്. വിദേശത്തുള്ള പല കമ്പനികളുടെയും സെർവർ ഇവിടെ വരുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യും ഓൺലൈനിൽ. പ്രശ്നം വന്നാൽ റിസോൾവ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ജോലിയുള്ളതൊക്കെ ഒന്നുമില്ല, ഇഷ്യൂ വരുമ്പോഴാണ് ഈ മെയിൻ്റനൻസ്. അപ്പൊ കുറെ പിള്ളേർ അവർ സ്ഥിരം അവിടെ താമസിക്കും. ഇങ്ങനെയാണ് അവനൊരു 5 6 അതെ 10 പേർക്കാണ്ട് അവൻ കംപ്ലീറ്റ് സാലറി കൊടുക്കുന്നത്. കൊച്ചു പയ്യനാണ്, അപ്പൊ സാലറി കൊടുക്കുന്നുണ്ട്. അവന് ആകെ അറിയാവുന്നത് ലിനക്സും സെർവർ മെയിൻ്റനൻസും ആണ്, OS ഇതുമാണ്. വേറെ ലിനക്സ് കമ്പനിയാണ്. ലിനക്സ് അറിഞ്ഞാൽ മാത്രം മതി. അതായത് എല്ലാ ഇഷ്യൂസും OS-ന് ബന്ധപ്പെട്ടാണ്. അപ്പൊ സെർവർ മെയിൻ്റനൻസ് അപ്പോൾ ഓൺലൈൻ എപ്പോഴും റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നം വരും. അപ്പൊ 24 hours ഇവർ ഈ സെർവറിന്റെ അടുത്ത് ഇവര് ഓൺലൈനിൽ ഇരിക്കണം, പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ. ഞാൻ പറയാൻ കാരണം അവനൊരു എന്റെ അറിവില് അന്ന് തന്നെ അവനൊരു നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവന്റെ സാലറി അവന്റെ ആ ഇൻകം എന്ന് പറഞ്ഞാൽ നല്ലതാണ്. കാരണം ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഈ സെർവർ കണ്ടിന്യൂസ് ആയിട്ട് മാനേജ് ചെയ്തേ പറ്റും. അപ്പൊ അവനൊരു 20 lakhs വന്നൊക്കെ എന്റെ ഒരു തമാശ പറയുമായിരുന്നു. അത്രയും കാശ് ഉണ്ടാക്കുന്ന ഒരു നല്ല വണ്ടിയൊക്കെ വാങ്ങി. അതാണ് ഒരു കൊച്ചു, അതായത് അവന് വേണ്ടി ടെക്നോ പാർക്ക് ഒന്നും അല്ല. പിന്നെ അവർ മാറി തോന്നുന്നു. അപ്പം ആ ഹെൽത്ത് സെന്ററിന്റെ ഓപ്പോസിറ്റ് സാധാരണ ലോഡ്ജിൽ കുറെ കടകളൊക്കെ ഉണ്ട്. അതിന്റെ അടിയിൽ 2-3 കടകളാണ് അവന്റെ കമ്പനി. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർ ധാരാളം. നമുക്ക് ആ ഒരു ഇത് വേണം, ഒരു എന്താണ് ഒരു പുഷ്. നമുക്ക് ആ ഒരു അതെ ഒരു പുഷ് വേണം. സാർ നേരത്തെ പറഞ്ഞ പെർസിസ്റ്റൻസ് എന്ന് പറയും. കിടന്നുറങ്ങുവാണെങ്കിൽ നല്ലോണം കിടന്ന് ഉറങ്ങണം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്നാ പഠിക്കാം, എന്നാ വെച്ചാൽ ചായ കുടിക്കാം, അത് പറ്റത്തില്ല. പെർസിസ്റ്റൻസ് ആണ് ഇതിന്റെ മെയിൻ. എന്തായാലും സന്തോഷം. പിന്നെ ഇവർക്ക് എത്ര മോട്ടിവേഷൻ വന്നെന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് സന്തോഷം സംസാരിച്ച നല്ല മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു. എനിക്കിതേ കേൾക്കുന്ന വലിയ സന്തോഷമാണ്. നമ്മളൊരു കാര്യം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നില്ല, പിന്നെ എന്തോന്ന് കാര്യം അത് എന്താണ്? ഞാനും ശരിക്കും MSc മാത്തമാറ്റിക്സ് പഠിച്ച വ്യക്തിയാണ്. എനിക്ക് നമ്മുടെ കോഴ്സിന്റെ കൂടെ അറിയാവുന്ന 5-6 തിയറാണ്. ഒരു കാർഷി തിയറും ഫെർമാസ് തിയറും ഒക്കെയാണ്. ഞാൻ എത്രയെല്ലാം ഡിപ്പാർട്ട്മെന്റ്, ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിട്ടുണ്ട് പുറത്ത്. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. വേറെ സ്ഥലത്ത് ബയോഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. DNA സിമുലേഷനും മറ്റേ മൈക്രോഫ്ലൂയിഡിക് ഡിവൈസ് DNA ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫ്യൂച്ചർ സ്റ്റഡീസ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഏരിയ മാറി. എത്ര ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് മാനേജ്മെന്റ് ബിസിനസ് മാനേജ്മെന്റാണ് ഒരു റിസർച്ച് പേപ്പർ, ഒന്ന് ജിയോളജിയിൽ ഇപ്പോൾ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. പലതാണ്. അപ്പൊ അത് പഠിക്കാനും ഇത് ഒരു ത്രില്ലാണ്. ഇത് സാലറിയോ ഇപ്പൊ എന്റെ പ്രൊമോഷനോ സാലറി എന്നെ വലിയ ആളാവോ എന്നുള്ളതല്ല. നമ്മൾ ആ ചെയ്യുന്നതിൽ ഒരു ത്രില്ല് മാത്രമൊരു സന്തോഷമാണ്. അപ്പൊ അത് വേണം, അത് ഉണ്ടെങ്കിൽ സക്സസ് ആണ്. പിന്നെ സ്റ്റുഡൻസിന് നമ്മൾ ചെയ്യാവുന്ന ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് പണ്ടത്തെ കാലം കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ട്, അത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാത്തവരും ഉണ്ട്. പലരും ലാബൊക്കെ 24 hours ഈ അവരെ കൊടുത്തേക്കാണ്. അവർക്ക് എപ്പോഴും ഉപയോഗിക്കും. അങ്ങനെ ചെയ്ത് തന്നെ ഉണ്ട്. ഇന്നിപ്പോ ഹരികൃഷ്ണൻ എന്ന് വന്നിട്ട്, ഹരികൃഷ്ണനൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു കമ്പനി റൺ ചെയ്യുന്നത്. കമ്പനിയിൽ കുറെ ബിസിനസ്സും പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാസം 1 ലക്ഷം രൂപയോളം സ്വന്തമായിട്ട് പുള്ളി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ട്യൂഷനും അല്ല ചെറിയ പ്രോജക്റ്റും ഒക്കെ. അപ്പൊ നെറ്റ് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ നെറ്റൊക്കെ നല്ല ഫാസ്റ്റ് ആണ്. വർക്ക് സ്റ്റേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് പ്രത്യേകത. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്നത് കണ്ട്, ഇപ്പൊ നിങ്ങളുടെ അവിടെ ഒരാൾ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ 4 പേര് ചേർന്ന് ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയിൽ ചെറിയ സക്സസ് ഉണ്ടായി. അത് കണ്ട് വാലെ വരുന്ന ഒരു പിടി ആളുകൾ കാണും. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാണ്. നിങ്ങൾ പല ആൾക്കാരും നിങ്ങളെ ഇൻസ്പയർ ആവുന്ന, അത് വല്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ട് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അർച്ചനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഒന്നും ഡൗട്ടൊന്നുമില്ല, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇൻസ്പിറേഷൻ കിട്ടണം, അതാണ് പ്രധാനം. കാര്യമായിട്ട് പഠിക്കണം. അഞ്ജലി എന്ന് പറയുന്നു. അഞ്ജലി. ഹലോ സാർ. പറയും. അല്ല, നല്ല സെഷൻ ആയിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ടാണ്. ഇപ്പം സാറിന്റെ കമ്പനിയിൽ ഒരു ഡേറ്റ സയന്റിസ്റ്റിനെയോ ഡേറ്റ അനലിസ്റ്റിനെയോ ഹയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് വേണ്ട സ്കില്ലായിട്ട് നല്ലതാണോ ചീത്തയാണെന്ന് അറിഞ്ഞൂടെ. എന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരാളെ എന്ത് പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചിലപ്പോ ഞാൻ അവരെ നോക്കുന്നത് അവർക്ക് അറിയാവുന്ന ടൂൾസ് ആയിരിക്കത്തില്ല, ഞാൻ ഈ പറഞ്ഞ കഴിവായിരിക്കും. ഒരാള് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. എനിക്ക് നല്ല ചെളിയായിട്ട് കിട്ടണം, മോൾഡ് ഞാൻ ഉണ്ടാക്കണം. മനസ്സിലായോ? നിങ്ങൾ നല്ലോണം കുഴയണം എപ്പോഴും. എന്റെ വിരലുകൾക്കിടയിൽ കുഴയാൻ പറ്റണം, അതാണ് സ്കിൽ. ഞാൻ പറഞ്ഞതിൽ മനസ്സിലായി കാണത്തില്ല. പക്ഷെ അതായത്
ഇപ്പൊ സതീഷ് സാർ ചോദിച്ചാൽ സതീഷ് സാർ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയുന്ന ആശയങ്ങളെ അതേ വേവ് ലെങ്തോട് കൂടി സ്വീകരിക്കുന്നത്. നിറഞ്ഞ കുടങ്ങളല്ല, ഒഴിഞ്ഞ കുടങ്ങളെയാണ് നമുക്ക് ആവശ്യം, എങ്കിലേ വെള്ളം ഒഴിക്കാൻ പറ്റൂ. ഞാനങ്ങോട്ട് വന്ന് നിറഞ്ഞിരിക്കുന്ന കുടമാണെന്നുണ്ടെങ്കിൽ എനിക്കിനകത്തൊന്നും ഒഴിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഗുരുക്കന്മാരുടെ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി എനിക്കെന്തോ അറിയാമെന്ന് പറഞ്ഞ് വരും, പക്ഷെ അതായിരിക്കത്തില്ല അറിവ് വേറെയാണ്. സോ ഒഴിഞ്ഞ കുടമായിട്ട് വരുന്നവരെ ഞാൻ എടുക്കും. സ്കില്ല് നമുക്ക് പഠിക്കാം. നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റാത്തത്? മനുഷ്യ മനസ്സ് വെച്ചാൽ പഠിക്കാത്തതായിട്ടൊന്നുമില്ല. 8000 മണിക്കൂർ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ നിങ്ങൾ എന്റെ എക്സ്പേർട്ട് ആണ്. ഞാനല്ല നിങ്ങൾ. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, പഠിക്കുന്നതൊന്നും വലിയ ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. അതെ, ഇപ്പോൾ ഈ എല്ലാ നെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട്. അതെ, എന്ത് പറഞ്ഞിട്ടാണ് ഇലോൺ മസ്ക് റോക്കറ്റ് ഉണ്ടാക്കിയത്? പുള്ളി റോക്കറ്റ് എഞ്ചിനീയർ ഒന്നും അല്ലല്ലോ. അതെ, ഞാൻ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മുടെ കാലത്ത് പഴയ 286 ഹാർഡ് ഡിസ്ക് ഇല്ലാതിരുന്ന കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് തുടങ്ങിയ ഒരു കോഴ്സും പഠിച്ചിട്ട് എല്ലാം ഇതൊക്കെയാണ്. എന്നിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമായിരുന്നു, ഉപയോഗിക്കും, റിസർച്ച് ചെയ്യാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്നു. ഇതൊന്നും പഠിച്ചിട്ടില്ല. അത് ചെയ്യുമ്പോൾ പ്രോബ്ലം വരുമ്പോൾ പഠിക്കുന്നു, അത്ര തന്നെ. അതേ ഉള്ളൂ. സാന്ദ്ര എന്ത് പറയുന്നു? ഇവരെയൊക്കെ പേരെടുത്ത് ചോദിച്ചാൽ നല്ല ചോദ്യം ചോദിക്കും, എങ്കിലേ ചോദിക്കും. ഒരു നല്ല ക്രിയേറ്റീവ് ടോക്ക് ആയിരുന്നു സാറിന്റെ, നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളെ ആരെങ്കിലും നല്ലതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ നെഗറ്റീവ് ഉള്ളത് അഭിപ്രായക്കാരനാണ് ഞാൻ. സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നല്ലതെന്ന് ചുറ്റും വന്ന് പറഞ്ഞാൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് അറിയില്ലേ സാറേ? പറഞ്ഞോ സാന്ദ്ര, വെറുതെ പറഞ്ഞേ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഒരാള് ഒറ്റയ്ക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോ എന്തൊക്കെയായിരിക്കും അയാൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്? ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഇത് പ്രകാരം OPC എന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. മുമ്പ് തുടങ്ങാൻ പറ്റില്ലായിരുന്നു, ഈവൻ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ 1 person കമ്പനി എന്നാണ് OPC പറയുക. ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആശയങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ആള് കൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആശയങ്ങൾ വരും. ആശയങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ചിലപ്പം കൊളൈഡാവും, അടിയുണ്ടാവും. ഈ ഫൗണ്ടേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ അടിയുണ്ടാവും. അപ്പം അങ്ങനെ ഇഷ്യൂ ആണ് ആള് കൂടുമ്പോഴുള്ള പ്രശ്നം. ആളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആളില്ലെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ വളരെ വലുതായിരിക്കും. സോ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. ഞാനൊക്കെ ചില ദിവസങ്ങളിൽ അങ്ങനെ ഇഷ്യൂ ഉള്ള ആളുകളാണ്. എല്ലാ എന്റർപ്രണേഴ്സും അങ്ങനെയാണ്. ഇപ്പം ഉദ്ദേശിക്കുക, ഇപ്പം നമുക്ക് വരുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന്, പരിഹരിക്കുന്നതിന് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരാളില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കോ-ഫൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ ഒരാൾക്ക് എല്ലാ സ്കില്ലും വരത്തില്ലല്ലോ. ഒരാൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, ഒരാൾക്ക് നല്ലതുപോലെ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് നല്ല രീതിയിൽ കോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ഗ്രൂപ്പ് വർക്കാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഐഡിയ അത്രത്തോളം സ്റ്റബോർഡ് ആണ്, വേറെ ആരും പറഞ്ഞാൽ അത് ശരിയാകുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ടീം വർക്കാണ് ഇപ്പൊ നല്ലത്, കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. സന്തോഷിന്റെ കൂടെ ആരുണ്ട്? പിന്നെ ഈ ഇതിന്റെ രണ്ടുപേരുണ്ട് സാറേ. അത് ഒന്ന് ശരത്ത് എന്നാണ് പേര്, ഒന്ന് ജൂലി എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. ജൂലി ഇപ്പോൾ അമേരിക്കയിലാണ്, കല്യാണം കഴിഞ്ഞ് പോയി. ശരത്ത് ഇപ്പോഴും കൂടെ ഉണ്ട്. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ ഞാൻ എഴുതുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ നടക്കണമെന്ന് ചെറിയ നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്ത് ക്ലാസ് ഉണ്ടെങ്കിലും അവസാനം ഞാൻ പറയുന്നത് ചെയ്യണമെന്ന് ഞാനൊക്കെ പറയും. അതൊരു നല്ല വഴിയല്ലെന്ന് എനിക്ക് അറിയാം, പക്ഷെ അതങ്ങനെയാണ്. സന്തോഷ് സാറിന്റെ സ്റ്റാർട്ടപ്പിന്റെ ഒക്കെ തുടക്കം എങ്ങനെയായിരുന്നു? ഐഡിയാസ് ഒക്കെ എങ്ങനെയാ കിട്ടിയത്? ഐഡിയാസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ എഡ്യൂക്കേഷനുമായിട്ട് അത്യാവശ്യം താല്പര്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ +1 മുതൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ റിട്ടയർഡ് ആവുന്നത്. എൻ്റെ അച്ഛൻ KSRTCയിലായിരുന്നു. അച്ഛൻ റിട്ടയർ ആവുന്നത്. അപ്പോൾ അച്ഛൻ റിട്ടയർ ആവുമ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ സ്വന്തമായിട്ട് ചെലവുകളൊക്കെ ഇങ്ങനെ സ്വയം നോക്കുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയി +1 മുതൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതിനകത്ത് എഡ്യൂക്കേഷൻ മേഖലയിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ വലുതൊന്നുമല്ല, ഭയങ്കര ബ്രില്യൻ്റ് എന്നല്ല, പക്ഷെ ഉണ്ട്. സോ എനിക്ക് എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2016 യഥാർത്ഥത്തിൽ എൻ്റെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ സ്റ്റഡീസിൽ നിന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ മാക് ലാബ് തുടങ്ങുന്നത് എൻ്റെ പ്രൊഫൈലിലെ ഫസ്റ്റ് ഇതാണ്, സ്റ്റാർട്ടഡ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ സ്റ്റഡീസ്.
എന്നാണ് ഇപ്പോഴും എന്നല്ല എപ്പോഴും കാര്യം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. അപ്പൊ അവിടെ നിന്ന് അന്ന് ഈ കോഡിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദേശങ്ങളിൽ വളരെ ചെറിയ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൊറോണ വന്നപ്പോഴാണല്ലോ ഇപ്പം ബൈജൂസും പിന്നെ അതൊക്കെ വന്നത്. അപ്പൊ 2016 കാലഘട്ടത്തിൽ ഇതാരും അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് UK എന്റെ സുഹൃത്തുണ്ടായിരുന്നു നിയാസ് എന്നും പറഞ്ഞ്. അപ്പൊ അവന്റെ ഒരു സംസാരത്തിനിടയിലാണ് ഇങ്ങനത്തെ ആശയം വന്നത്. അപ്പൊ ഞാനത് ചെറുതായിട്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ആദ്യം മറ്റ് ടൂൾസുകൾ ഉപയോഗിച്ച് തുടങ്ങി. സ്വന്തമായിട്ട് ടൂളുകൾ വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ സ്വന്തമായി ടൂളുകൾ ഡിസൈൻ ചെയ്തു. ഞാൻ ബേസിക്കലി ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായതുകൊണ്ട് കൂടുതലും എംബഡഡ് പ്രോഗ്രാമിംഗ് ആണ്. അതായത് IoT, കമ്പ്യൂട്ടർ വിഷൻ, റോബോട്ടിക്സ്, അപ്പൊ അങ്ങനെയുള്ള ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആ സ്പാർക്ക് വന്നത് എന്റെ ആ പ്രീവിയസിൽ നിന്നാണ്. അതാണ് ഒരു പോയിന്റ്. നമുക്ക് എപ്പോഴും ആശയങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടരും, അല്ലെങ്കിൽ നിങ്ങൾ തുടരത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫുൾ ജാർ സോഡ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് എത്ര നാൾ നിന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനതിനെ ഫുൾ ജാർ എഫക്റ്റ് എന്നാ പറയുന്നത്. വരും പോവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഫുൾ ജാർ സോഡ കുടിക്കുന്നു, ഫോട്ടോ ഇടുന്നു. പക്ഷെ എത്ര നാൾ കുടിച്ചു ആളുകൾ? പക്ഷെ ഇപ്പോഴും ഗോലി സോഡയും സാധാ സോഡയും അവിടെ ഉണ്ട്. മനസ്സിലായ? ആ സോഡയ്ക്കൊന്നും പറ്റിയില്ല. അത് എനിക്കും സാറിനും ഞങ്ങളുടെയൊക്കെ പൂർവികർക്ക് മുമ്പേ ഈ സോഡ അവിടെ ഉണ്ട്. പക്ഷെ ഫുൾ ജാർ സോഡ വന്നു പോയി. മനസ്സിലായ? അത് പെട്ടെന്ന് കേട്ട പേരാണ്. എനിക്ക് ആദ്യം കേട്ടപ്പോ എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതെ. സോ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളുടെ വിഷനുകളിൽ നിന്ന് ആശയങ്ങളെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റും നല്ലതുപോലെ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശയം നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ എഡ്യൂക്കേഷനിൽ വലിയ താല്പര്യമുള്ള ഒരാളാണ്. ഒരാൾ പഠിക്കുന്ന രീതി, ഒരാൾ ചിന്തിക്കുന്ന രീതി മാറ്റണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പരീക്ഷയുടെ ഇഷ്ടമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ച് എഴുതുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഒരു പരീക്ഷയ്ക്കും 50-ൽ 50 കഴിച്ച ആളൊന്നും അല്ല. ആദ്യമൊക്കെ +2 വരെ, +2 ശേഷം അങ്ങനെ ഒന്നിനും 50-50 മേടിച്ചിട്ടില്ല. എനിക്ക് പരീക്ഷയുടെ വെറുപ്പാണ്. പക്ഷെ ഒരു സംഭവം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കമ്പ്യൂട്ടറും ഒരു പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമല്ലോ. അതെ. ആര്യ സംസാരിച്ചോ? ആര്യ കേൾക്കുന്നുണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു സാർ. മണികണ്ഠൻ എന്ത് പറയുന്നു? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ചേട്ടനെ തുടങ്ങിയ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നു പറഞ്ഞു. എത്ര സ്റ്റാർട്ടപ്പ് റണ്ണിങ് ആണ്? സ്റ്റാർട്ടപ്പുകൾ അന്നുള്ള സ്റ്റാർട്ടപ്പ് തന്നെയാണ്. ഞാൻ പിന്നെ നല്ല പച്ചെന്നൊരു സ്റ്റാർട്ടപ്പിന്റെ പാർട്ടാണെന്നേ ഉള്ളൂ. എന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് മാഗ്ലാബാണ്. നല്ല പച്ചെന്നൊരു അഗ്രിടെക് സ്റ്റാർട്ടപ്പ് കൂടി ഉണ്ട്. കാര്യം അതിന്റെ ഐഡിയ എഴുതി കൊടുത്തത് ഞാനാണ്. പക്ഷെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ വേറെയാണ്. എനിക്കത് മൊത്തത്തിൽ നോക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ എന്റെ പാർട്ടാണ് മാത്രമേ ഉള്ളൂ. എന്റെ മെയിൻ സ്റ്റാർട്ടപ്പ് മാഗ്ലാബ് എഡ്യൂടെക് സ്റ്റാർട്ടപ്പിനാണ്. ഈ മാഗ്ലാബ് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ആ കമ്പനി ഒരു 4-5 വർഷമേക്കാണ്. അതെ. അപ്പോ അതിലേറ്റവും കൂടുതൽ ചേട്ടനെ അഫക്ട് ചെയ്ത ഒരു പ്രശ്നം എന്തായിരുന്നു 5 വർഷത്തിനിടയിൽ? സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ്. 2 നാട്ടുകാരെ ചോദ്യം. MTech വരെയൊക്കെ പഠിച്ചിട്ട് എന്താ വേലയും കൂലി ഇല്ല നടക്കുന്നത്? നമുക്ക് ജോലി ഇല്ലെന്നാണ് നാട്ടുകാരെ വിചാരം. അത് സൊസൈറ്റിയെ നിങ്ങൾക്ക്. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് പൊതുവെ ബ്ലാക്ക് മെയിലിംഗ് വരാറില്ല. മിക്ക വീടുകളിലും ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വരും. എന്റെ വീട്ടിൽ അതില്ല. അതുകൊണ്ടാണ് എനിക്ക് തുടർന്നു കൊണ്ടുപോകാൻ പറ്റിയത്. അത് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി ജോലി ചെയ്യും. വൈകിട്ടാകുമ്പോ എങ്ങനെങ്കിലും 6 മണിയാവണമെന്ന് പ്രാർത്ഥിക്കും. വഞ്ചിനാട് പിടിക്കും, കൊല്ലത്തും, കിടന്നുറങ്ങും, രാവിലെ വീണ്ടും വരും. പ്രശ്നം ഫിനാൻഷ്യൽ പ്രശ്നമാണ്. പക്ഷെ എന്റെ ഫിനാൻഷ്യൽ പ്രശ്നം എന്നെ ബാധിച്ചിട്ടില്ല. കാര്യം എനിക്ക് ഗവൺമെന്റ് ഫണ്ടിങ് ഉണ്ട്. എനിക്ക് 2 ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഫണ്ടിങ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ടെക്നോളജി പരമായിട്ട് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അതെല്ലാം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കോ ഫൗണ്ടേഴ്സുമായിട്ടുള്ള പ്രശ്നം. പക്ഷേ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന ആളുകളായതുകൊണ്ട് അത് ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. ഫൗണ്ടേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ വിഷയമാണ്. അതുകൊണ്ട് ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രം ഫൗണ്ടേഴ്സ് ഒന്നും ആക്കരുത്. അവർക്കൊരു സ്കില്ല് വേണം. സ്കില്ലില്ലാതെ ഒരാളെ നിന്ന് പിടിച്ച് എന്നാൽ പിന്നെ നീയും കൂടെ നിൽക്കും, നീ എന്നോട് സ്ഥിരം പൊറോട്ടയും ചപ്പാത്തിയും കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഫൗണ്ടർ ഒന്നും ആകരുത്. മനസ്സിലായോ? അവന് സ്കില്ല് വേണം. അവനൊരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഉദാഹരണം, മികച്ച പ്രോഗ്രാമർ ആയിരിക്കണം, മികച്ച എക്സിക്യൂട്ടർ ആയിരിക്കണം, നല്ല മാനേജ്മെന്റ് ആയിരിക്കണം, നല്ലോണം സംസാരിക്കാൻ പറ്റണം. ഒന്നുമില്ലെങ്കിൽ നല്ലോണം തറ തുടയ്ക്കാനെങ്കിലും പറ്റണം. എന്തെങ്കിലും സ്കില്ല് വേണം.
സാധാരണ ഈ പിന്നെ കൂട്ടുകെട്ടാണ് പൊളിയുന്നത്. കമ്പനി തുടങ്ങാൻ വലിയ വരുമാനം വരില്ല, വരുമാനം വന്നു തുടങ്ങാൻ പ്രശ്നം വരും. ഒരാൾ ജോലി ചെയ്യില്ല, പിന്നെ ലാഭം എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറയും. വലിയ ഇഷ്യൂ ആണോ അതൊക്കെ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അല്ല, എനിക്കൊരു ചോദ്യമുണ്ട്. സന്തോഷിന് ഏതൊക്കെ ഗ്രാൻസ് ആണ് കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് കിട്ടിയത്? എനിക്ക് മേക്കർ വില്ലേജിന്റെയാണ് മെയിൻ ആയിട്ട് കിട്ടിയത്. പിന്നെ ഇപ്പോ കിട്ടിയത് EAR എന്നും പറഞ്ഞൊരു ഗ്രാൻഡ് ആണ്. ഇങ്ങനെ 2 ഗ്രാൻഡുകളായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. Yes, sir. Good evening, all. We just had a great section with Santosh sir. The talk was very insightful and informative. On behalf of the Department of Future Studies, University of Kerala, and all the participants present here, I would like to express our sincere gratitude to Santosh sir for spending his valuable time for us, and also like to extend our gratitude to Sadish sir, Prem sir, and all other faculty members for organizing this much informative section. Last but not the least, I would like to thank all the participants for the active participation. താങ്ക് യു. സന്തോഷം പ്രത്യേകിച്ച് ഞാൻ താങ്ക്സ് പറയാണ് കേട്ടോ. സന്തോഷം. ഓക്കെ, താങ്ക് യു സർ.